ഹലോ ഗൈസ്, ഇസ് ക്രേസി വാം. നമുക്കൊന്ന് സ്റ്റാൻഡേർഡ് 10 SS2 8ാമത്തെ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 സെക്ഷൻ പഠിക്കാം. ഓക്കെ, നമ്മൾ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ആദ്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അതായത് നമ്മുടെ കൃഷി ഏതൊക്കെ ഐറ്റംസാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്, ആ കൃഷിയുമായി അധിഷ്ഠിതമായിട്ടുണ്ടാകുന്ന വ്യവസായങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെയാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ ഭക്ഷ്യവിളകളാണ് കൃഷി ചെയ്യുന്നത്. പൊതുവേ നമുക്ക് 3 കാർഷിക കാലങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഖാരിഫ്, റാബി, സെയ്ദ്. അതിൽ ഖാരിഫ് എന്ന് പറയുമ്പോൾ ജൂൺ തൊട്ട് നവംബർ വരെ, നവംബർ തൊട്ട് മാർച്ച് വരെ റാബി, മാർച്ച് തൊട്ട് ജൂൺ വീണ്ടും ജൂണിൻ്റെ ആരംഭം, ആ മാൺസൂണിൻ്റെ ആരംഭം വരെ സെയ്ദ് എന്നാണ് പറഞ്ഞത്. ഖാരിഫ് വിളകളിൽ വരുന്നത് നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല എന്നിവയാണ്. റാബിക്കകത്ത് ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ എന്നിവ വരുന്നുണ്ട്. സെയ്ദിനകത്ത് പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികളാണ് വരുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പിന്നെ പഠിച്ചത് കാർഷിക വിളകളെ പറ്റിയായിരുന്നു. കാർഷിക വിളകൾ പ്രധാനമായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത് നെല്ല്, ഗോതമ്പ്, ചോളം എന്നിവയാണ്. അതിൽ നെല്ലിനെ പറ്റി എന്തൊക്കെ പഠിച്ചത്? നെല്ലൊരു ഖാരിഫ് വിളയാണെന്ന് പഠിച്ചു. എക്കൽ മണ്ണിലാണ് കൃഷി ചെയ്യുന്നതെന്ന് പഠിച്ചു. പിന്നെ താപനില എത്ര വേണമായിരുന്നു? ഒരു 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയും വേണം. 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ എന്തും വേണം? മഴയും ആവശ്യമാണ്. പിന്നെ ജലസേചന സൗകര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ കൃഷി ചെയ്യാം. മണ്ണും കൂടെ നോക്കണം. പിന്നെന്താണ്? നദീതടങ്ങളിലും തീരസമുദ്രങ്ങളിലുമാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് കൃഷി ചെയ്യുന്നത്? നെൽകൃഷി ചെയ്യുന്നതെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നെൽകൃഷി കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നെൽകൃഷി കുറവായിട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കണ്ടന്റ് നമ്മൾ നോക്കിയായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗോതമ്പിലോട്ട് വന്നു. ഗോതമ്പ് എന്താ വിളയാണ്? അതൊരു റാബി വിളയാണ്. ഓക്കെ, 2ാം സ്ഥാനമാണ് ഗോതമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യക്കുള്ളത്. അത് നീർവാഴ്ചയുള്ള എക്കൽ മണ്ണിലാണ് എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത്. മുഖ്യമായിട്ടും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന വിളയ്ക്ക് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് വേണം? താപനിലയും വേണം. 75 സെൻറ്റിമീറ്റർ മഴ എന്തും വേണം? മഴയും ആവശ്യമാണെന്ന് പഠിച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വന്ന അതിൻ്റെ മാപ്പ് പഠിച്ചു. അത് ഏകദേശം ഉത്തരേന്ത്യയിലാണ് കൂടുതലായിട്ട് ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ചോളത്തിൻ്റെ കാര്യമാണ്. ഭക്ഷ്യോൽപാദനത്തിൽ ചോളം 3ാം സ്ഥാനത്താണുള്ളത്. ഉഷ്ണകാലത്ത് ശൈത്യകാലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ കൃഷി ചെയ്യാറുണ്ട്. 75 സെൻറ്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ചോളം കൃഷി ചെയ്യുന്നത്. പിന്നെ ഫലഭൂഷ്ടമായ നീർവാഴ്ചയുള്ള മണ്ണ് വേണം എന്ത് ചെയ്യാൻ? ചോളം കൃഷിക്ക് വേണ്ടത്. മധ്യപ്രദേശും കർണാടകവും രാജസ്ഥാനും ഉത്തർപ്രദേശും ഒക്കെ എന്താണ്? ചോളം കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് നാണ്യവിളകളാണ്. നമ്മൾ വാണിജ്യ വിളകളെന്ന് പറയുന്നത് നാണ്യവിളകളെന്ന് പറയുന്നത് ഒരേ സാധനം തന്നെയാണ്. നമ്മൾ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ്. അതിൽ നാരുവിളകളുണ്ട്, പാനീയ വിളകളുണ്ട്, സുഗന്ധ വിളകളുണ്ട്, മറ്റു വിളകളും ഉണ്ട്. നാരുവിളകളിൽ ഏതൊക്കെയാണ്? പരുത്തിയും ചാണകവും വരുന്നുണ്ട്. പാനീയ വിളകൾ എന്ന് പറയുമ്പോൾ തേയില, കാപ്പി അങ്ങനെയൊക്കെ ഉള്ളത് വരും. സുഗന്ധ വിളകൾ എന്ന് പറയുമ്പോൾ ഏലം, കുരുമുളക് അങ്ങനെയുള്ളതും, മറ്റു വിളകൾ എന്ന് പറയുമ്പോൾ കരിമ്പ്, റബ്ബർ അങ്ങനെയൊക്കെ ഉള്ളതുമാണ് പറയുന്നത്. അതിൽ ആദ്യം പറഞ്ഞ ഐറ്റം പരുത്തിയാണ്. പരുത്തിക്ക് ഏകദേശം 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് താപവും. പക്ഷെ എന്ത് പാടില്ല? അവിടെ മഞ്ഞ് വീഴ്ച പാടില്ല. മഞ്ഞ് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്ത് ഫംഗസ് ബാധയായിട്ട് പരുത്തി ചെടി ചീത്തായി പോകും. ഓക്കെ, അതുകൊണ്ട് അത് പാടില്ല. പക്ഷെ എന്ത് വേണം? ചെറിയ തോതിൽ വാർഷിക വർഷപാതം ആവശ്യമാണ് പരുത്തി കൃഷിക്ക്. അവിടെ കറുത്ത എക്കൽ മണ്ണിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണെന്ന് പറയുന്നത് കറുത്ത എക്കൽ മണ്ണാണ്. ഇനി ഇതിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നത്? യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പരുത്തി കൃഷി ഉൽപ്പാദനത്തിൽ ഇന്ത്യ 4ാം സ്ഥാനത്ത് 2014 ഈ ടെക്സ്റ്റ് പറയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ 2025 ഗൂഗിൾ പറയുന്നത് 2ാം സ്ഥാനത്താണ് ഇന്ത്യ പരുത്തി ഉൽപ്പാദനത്തിലുള്ളതെന്നാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി വ്യവസായം എന്നും പഠിച്ചിട്ടുണ്ട്. പിന്നെന്താ? 1818 കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് ആദ്യമായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മില്ല് സ്ഥാപിതമാകുന്നതെന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഉൽപ്പാദനം വൻതോതിൽ വരുന്നത് 1854 മുംബൈയിലാണ് കുറേ കൂടെ വാസ്റ്റായിട്ട് അല്ലെങ്കിൽ വളരെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ആ ഉൽപ്പാദനം സെറ്റായി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മുംബൈയെ വിളിക്കുന്നൊരു പേരാണ് കോട്ടോണോപോളിസ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട് മുംബൈയിലേക്ക് കൂടുതൽ ഈ കൃഷി വ്യാപിച്ചു അല്ലെങ്കിൽ നല്ല രീതിയിൽ പരുത്തി കൃഷി ചെയ്യുന്നു എന്ന് വെച്ചാൽ എൻ്റെ കാര്യം എന്തൊക്കെയായിരുന്നു? അവിടെ അസംസ്കൃത വസ്തുക്കളുടെ സുലഭമായ ലഭ്യതയുണ്ട്, ഊർജ്ജ ലഭ്യതയുണ്ട്, പിന്നെ തുറമുഖം അടുത്താണ്. അതുകൊണ്ട് കയറ്റുമതി സാധ്യത എന്താണ്? കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എവിടെയൊക്കെയാണ് ഈ പറയുന്ന പരുത്തി കൃഷി ചെയ്യുന്നത്, അതിൻ്റെ കമ്പനികൾ എവിടെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ വ്യവസായവും അതിൻ്റെ പ്രദേശങ്ങളുമാണ് പഠിച്ചത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃഷി
ചെയ്യുന്ന ആ ഏരിയയ്ക്ക് അടുത്ത് തന്നെയായിരിക്കും അത് അതിൻ്റെ എന്ത് വരുന്നത്, അതിൻ്റെ വ്യവസായ കേന്ദ്രങ്ങൾ വരുന്നത്. ഓക്കെ, ഉൽപ്പാദന മേഖല പരുത്തി കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളും അതിൻ്റെ എന്താണ് വ്യവസായ കേന്ദ്രങ്ങളും ഒക്കെ അടുത്തടുത്തായിരിക്കും വരുന്നത്. അടുത്തത് ചണം കൃഷിയാണ് പറഞ്ഞത്. ചണം എന്ന് പറയുന്ന ഒരു നാരുവിളയാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ നാരുകൾ എന്ന് പറയുന്ന കാറ്റഗറിക്കകത്താണ് വരുന്നത്. അതിൽ ചൂടും ഈർപ്പവുമുള്ള സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, ചണം വളരുന്നത്. അതിന് ഉയർന്ന താപനിലയിൽ 150 സെൻറ്റിമീറ്റർ കൂടുതൽ എന്ത് ചെയ്യണം, മഴയും വേണം. പരുത്തിയുടെ കാര്യം കേട്ടോ, പരുത്തിക്ക് ചെറിയ രീതിക്കുള്ള വാർഷികവർഷപാതം മതി. പക്ഷേ ചണത്തിന് 150 സെൻറ്റിമീറ്റർ കൂടുതൽ മഴ ലഭിക്കണം. ഉയർന്ന താപനില ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ചണം നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. നീർവാഴ്ചയുള്ള എക്കൽ മണ്ണാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ പശ്ചിമ ബംഗാൾ, ഗംഗാ, ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് കൂടുതൽ ചണ കൃഷിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അവിടെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ചണം കൃഷി ചെയ്യുന്ന ഏരിയാസ് അതൊക്കെയാണ്. പിന്നെ നമ്മൾ സാധനങ്ങൾ അതിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് ആക്കിയാണ് നമ്മൾ വിൽക്കുന്നത്. ചണം കൊണ്ടുള്ള സഞ്ചികൾ, ബാഗുകൾ, അങ്ങനെയൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ചണ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്താണ് ആര്, നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പാനീയ വിളകളുടെ കാര്യത്തിലേക്കാണ് വന്നത്. പിന്നെ തേയിലയുണ്ട്, കാപ്പിയുണ്ട്. അതിൽ തേയില എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അതിനകത്ത് അസമുണ്ട്, പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട് എന്നീ പ്രദേശങ്ങളിൽ എന്തുണ്ട്, തേയിലത്തോട്ടങ്ങളുണ്ട്. തേയിലയുടെ കാലാവസ്ഥ നോക്കിക്കഴിഞ്ഞാലോ നല്ല മഴ വേണം. 200 തൊട്ട് 250 സെൻറ്റിമീറ്റർ വരെ എന്ത് ലഭിക്കണം, വാർഷിക വർഷപാതം ലഭിക്കണം. താപനില 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. കുന്നിൻ ചെരുവുകളിലാണ് സാധാരണ എന്ത് ചെയ്യുന്നത്, ഈ തേയില കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത്. ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് ആർക്ക് വേണ്ടത്, ഈ പറയുന്ന തേയിലയ്ക്ക് വേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ തേയില തോട്ടത്തിന് അടുത്ത് തന്നെയായിരിക്കും എന്ത് വരുന്നത്, തേയിലയുടെ അതിൻ്റെ ആ ഫാക്ടറിയും വരുന്നത്, സംസ്കരിച്ച് തേയിലപ്പൊടിയാക്കുന്ന ഫാക്ടറിയും വരുന്നത്. പിന്നെ നമ്മൾ കാപ്പിയുടെ കാര്യം വന്നു. ഉഷ്ണമേഖലാ വിളയാണ് ഈ പറയുന്ന കാപ്പി എന്ന് പറയുന്നത്. ഇന്ത്യ ഈ 2016 കണക്കനുസരിച്ച് 6ാം സ്ഥാനത്താണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ 2023-24 കണക്കിൽ 7ാം സ്ഥാനത്താണ് ഇന്ത്യ കാപ്പി ഉൽപ്പാദനത്തിൽ. അതിൽ മെയിനായിട്ട് കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ കർണാടകം, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ്. പിന്നെ പശ്ചിമഘട്ട മലനിരകൾ ആ ഏരിയയിലാണ്. പിന്നെന്താണ്, മിതമായ താപനിലയും ഉയർന്ന വാർഷിക വർഷപാതവും കാപ്പിക്ക് ആവശ്യമാണ്. അറബിക്ക എന്ന് പറയുന്നത് എന്താണ്, ഒരു മുന്തിയ ഇനം കാപ്പിക്കുരുവാണ്. അതാണ് മെയിനായിട്ട് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സുഗന്ധവിളകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് പശ്ചിമഘട്ട മലനിരകളിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നീർവാഴ്ചയുള്ള വനമണ്ണ് വേണം, അല്ലെങ്കിൽ മണൽ മണ്ണായാലും മതി. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സാധനം വളരും. പിന്നെ നമ്മൾ കരിമ്പ് കൃഷി, നാലാമത്തെ കാറ്റഗറി ആയിരുന്നു അതേഴ്സ്. അതിൽ വരുന്നതാണ് കരിമ്പും റബ്ബറും ഒക്കെ. കരിമ്പും പഞ്ചസാരയുടെ കാര്യമാണ് പിന്നെ പറയുന്നത്. ഉഷ്ണമേഖലാ വിളയാണ് എന്ത്, കരിമ്പെന്ന് പറയുന്നത്. ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് ആർക്ക് വേണ്ടത്, കരിമ്പിന് വേണ്ടതെന്ന് പറയുന്നുണ്ട്. കറുത്ത എക്കൽമണ്ണ്, അതുപോലെ കറുത്ത മണ്ണ്, എക്കൽമണ്ണ് എന്നിവയിലാണ് എന്ത് ചെയ്യുന്നത്, കരിമ്പ് നമ്മൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണെന്നാണ് പറയുന്നത്, 2ാം സ്ഥാനത്താണെന്നാണ് പറയുന്നത്. പിന്നെ പഞ്ചസാര ഉൽപ്പാദന കേന്ദ്രം എന്ന് പറയുന്നത് ഈ കരിമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ അടുത്ത് തന്നെയായിരിക്കും. കാര്യം ഇത് കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ, വിളവെടുത്ത് ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനകത്തുള്ള സുക്രോസിൻ്റെ അളവ് കുറയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിളവെടുത്ത് കഴിഞ്ഞാൽ എവിടെ എത്തിക്കണം, ഫാക്ടറി എത്തിച്ച് പഞ്ചസാര ഉൽപ്പാദനത്തിനോ ശർക്കര ഉൽപ്പാദനത്തിനോ ഒക്കെ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. അല്ലെങ്കിൽ അവരുടെ കൃഷി വെറുതെ വേസ്റ്റ് ആവും. അതുകൊണ്ട് അടുത്ത് തന്നെയായിരിക്കും എൻ്റെ ഫാക്ടറി എന്ന് പറഞ്ഞു. പിന്നെ അത് എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ മാപ്പ് നോക്കി കണ്ടുപിടിച്ചായിരുന്നു. UP കരിമ്പിൻ്റെയും പഞ്ചസാരയുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം UP ഉത്തർപ്രദേശാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ റബ്ബറിൻ്റെ കേസിലോട്ടാണ് വന്നത്. ഏകദേശം 25 സെൽഷ്യസിൽ കൂടുതൽ താപനിലയും 150 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയും ലഭിക്കുന്ന ഒരു വിഭവമാണ്, മഴയും വേണ്ട ഒരു വിഭവമാണ് ഈ പറയുന്ന റബ്ബർ എന്ന് പറയുന്നത്. ലാറ്ററൈറ്റ് മണ്ണിലും കൃഷി ചെയ്യുക. അതായത് ഇപ്പോൾ കേരളത്തിൽ എന്ത് ചെയ്യുക, കേരളത്തിൽ കൂടുതൽ ലാറ്ററൈറ്റ് മണ്ണാണ്. അപ്പോൾ കേരളത്തിൽ ഒരുപാട് കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ എന്തുവാ പറഞ്ഞത്, കേരളമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറഞ്ഞു. പിന്നെ അതേ വരുമാനത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞത്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും തമിഴ്നാടിൻ്റെ ചില പ്രദേശങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന റബ്ബർ നമ്മൾ ഉൽപ്പാദിപ്പിക്കാനുണ്ട്. റബ്ബർ ഇന്ത്യയിൽ എത്തുന്നത് എന്നാണ് 1875 ബ്രിട്ടീഷുകാരനായിട്ടുള്ള സർ വില്യം ഹെൻറിയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് റബ്ബർ വിത്ത് കൊണ്ടുവരുന്നത്. മധ്യ തിരുവിതാംകൂർ കുന്നിൻ ചെരുവുകളിലാണ് ആദ്യം റബ്ബർ കൃഷി ചെയ്യുന്നത്. പിന്നീട് അത് മലബാർ പ്രദേശങ്ങളിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, വ്യാപിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഉണ്ട്. ഓക്കെ, അപ്പം അതുവരെയാണ് നമ്മൾ എന്ത് ചെയ്തത്, പറഞ്ഞു നിർത്തിയിരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളെയും പറ്റിയാണ്. സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആദ്യം നമ്മൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. നമ്മൾ ഖനനം, ധാതു അങ്ങനെയുള്ള സെക്ഷനാണ് ഇനി പറയാൻ പോകുന്നത്.
അപ്പോൾ തുടങ്ങാം. എന്താണ് ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും, മിനറൽസ് ആൻഡ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. വൈവിധ്യമാർന്ന ധാതു വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ രാജ്യമാണ് ഇന്ത്യ. നമുക്കിവിടെ ഒരുപാട് ധാതുക്കൾ ഉണ്ടെന്നാണ് പറയുന്നത്. കാര്യം നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി പഠിച്ചപ്പോൾ പറഞ്ഞതാണ് അതൊരു ധാതുക്കളുടെ കലവറയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും ഉപദ്വീപീയ പീഠഭൂമിയിലെ ആഗ്നേയ കായാന്തരിക ശിലകളുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നു. അപ്പോൾ ആഗ്നേയ കായാന്തരിക ശിലകളിൽ നിന്നാണ് നമുക്ക് ഈ പറയുന്ന, അല്ലെങ്കിൽ ആ പ്രദേശത്ത് ആ ശിലകളാണ് കൂടുതലുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് എന്ത് കാണപ്പെടുന്നത്, ഈ പറയുന്ന ധാതു വിഭവങ്ങൾ കാണപ്പെടുന്നത്. കാർഷിക വിളകൾ, കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് എന്ന പോലെ ധാതു വിഭവങ്ങൾ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു. അപ്പോൾ കാർഷിക വിളകൾ വെച്ചിട്ട് നമ്മൾ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ ആരംഭിക്കുമ്പോൾ ധാതുക്കൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം, ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ ആരംഭിക്കാം. അതായത് സ്റ്റീൽ വ്യവസായം, ഇരുമ്പുരുക്ക് വ്യവസായം, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആരംഭിക്കാമെന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറയ്ക്ക് നിദാനമാകുന്നത് ഇവിടുത്തെ ധാതു വിഭവമാണ്. ഇന്ത്യയിലെ പ്രധാന ധാതുക്കളെ വർഗീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ധാതുക്കളെ നമ്മൾ രണ്ടായിട്ടാണ് കാറ്റഗറി ചെയ്യുന്നത്. ഒന്ന് ലോഹ ധാതുക്കളും ഉണ്ട്, അടുത്തത് അലോഹ ധാതുക്കളും ഉണ്ട്. രണ്ട് രീതിക്കുള്ള ധാതുക്കളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ലോഹത്തിൻ്റെതാവാം അല്ലെങ്കിൽ അലോഹത്തിൻ്റെതാവാം. ഈ ലോഹത്തിൻ്റെ രണ്ട് കാറ്റഗറിയാണ് ഉള്ളത്. ഒന്ന് ഇരുമ്പിൻ്റെ അംശം ഉള്ളതും ഒന്ന് ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്തതും. ഇരുമ്പിൻ്റെ അംശം ഉള്ളതെന്ന് പറയുമ്പോൾ ഇരുമ്പ് വരും, മാംഗനീസും വരും. ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്തത് സ്വർണ്ണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ് അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം വരും. ഓക്കെ അല്ലേ? അപ്പോൾ അതായത് ലോഹധാതുക്കളെ രണ്ടായിട്ട് കാറ്റഗറി ചെയ്യുന്നു. ഒന്ന് ഇരുമ്പിൻ്റെ അംശം ഉള്ളത്, അടുത്തത് ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്തത്. ഇരുമ്പിൻ്റെ അംശം ഉള്ളതിൽ ഇരുമ്പ് അയിരുണ്ട്, മാംഗനീസും ഉണ്ട്. ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്തതിൽ സ്വർണ്ണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ് എന്നിവയും ഉണ്ട്. ഇനി അലോഹ ധാതുക്കൾ നോക്കാം. അലോഹം എന്ന് പറഞ്ഞാൽ ലോഹമല്ല. അപ്പോൾ അതിനകത്ത് രണ്ട് ഐറ്റമാണ് വരുന്നത്. ഒന്ന് ധാതു ഇന്ധനങ്ങൾ വരും, പിന്നെ മറ്റ് ധാതുക്കളും വരുന്നുണ്ട്. ഓക്കെ, ധാതു ഇന്ധനങ്ങൾ എന്ന് പറയുമ്പോൾ കൽക്കരിയും പെട്രോളും ആണ്. ധാതു അല്ലാത്ത മീൻസ് മറ്റ് ധാതുക്കൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് അഫ്രം ആണ് വരുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ധാതുക്കളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും തിരിച്ചിരിക്കുന്നു. ലോഹധാതുക്കളിൽ ഇരുമ്പിൻ്റെ അംശമുള്ളത്, അംശമില്ലാത്തത്. അലോഹധാതുക്കളിൽ ധാതു ഇന്ധനങ്ങളും അല്ലെങ്കിൽ മറ്റ് ധാതുക്കളെന്നും പറഞ്ഞാണ് തിരിച്ചിരിക്കുന്നത്. ധാതു ഇന്ധനങ്ങളിലാണ് കൽക്കരിയും പെട്രോളും വരുന്നത്, മറ്റ് ധാതുക്കളിലാണ് അഫ്രം വരുന്നത്. ഓക്കെ, ഇനി ലോഹങ്ങളുടെ സ്രോതസ്സുകളാണ് ലോഹധാതുക്കൾ. അപ്പം ഈ ലോഹധാതുക്കളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോഹങ്ങളെ പ്യൂരിഫൈ ചെയ്തൊക്കെ എടുക്കുന്നത്. ലോഹധാതുക്കളെ ഇരുമ്പിൻ്റെ അംശമുള്ളവയെന്നും അല്ലാത്തവയെന്നും തിരിക്കാം. ഇന്ത്യയിലെ പ്രധാന ധാതുക്കളെക്കുറിച്ചും അനുബന്ധ വ്യവസായങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇരുമ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇരുമ്പയിര് നിക്ഷേപങ്ങളും ഇരുമ്പുരുക്ക് വ്യവസായവുമാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഇരുമ്പിൻ്റെ കാര്യമാണ്. ആദ്യത്തെ ധാതു ഇരുമ്പുള്ളതും ഇരുമ്പില്ലാത്തതെന്നല്ലേ പഠിച്ചത്. അതുകൊണ്ടാണ് ഇരുമ്പ് നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പെന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത്. നമുക്കറിയാലോ, ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പെടുക്കുന്നത്. മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നീ 4 തരം ഇരുമ്പ് നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ഇന്ത്യയിലുള്ള 4 തരം ലോഹ നിക്ഷേപങ്ങൾ? ഇരുമ്പിൻ്റെ മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നീ 4 തരം ഇരുമ്പ് നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നു. ലോകത്തെ മൊത്തം ഇരുമ്പ് നിക്ഷേപത്തിൻ്റെ 20% എവിടെയാണ്? ഇന്ത്യയിലാണെന്നാണ് പറയുന്നത്. ലോകത്തെ മൊത്തം ഇരുമ്പ് നിക്ഷേപത്തിൻ്റെ 20% ഇന്ത്യയിലാണ്. ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പിൻ്റെ 50 മുതൽ 60% വരെ ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പിൻ്റെ 50 തൊട്ട് 60% വരെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 50 മുതൽ 60% വരെയും നമ്മൾ കയറ്റുമതിയാണ് ചെയ്യുന്നത്. ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്? ജപ്പാനുണ്ട്, കൊറിയയുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, ഗൾഫ് രാജ്യങ്ങളുണ്ട്. ഇങ്ങോട്ടൊക്കെ നമ്മൾ കയറ്റി അയക്കുകയാണ്. ഇരുമ്പിൻ്റെ ആഭ്യന്തര ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ ഏതെല്ലാമെന്ന് പട്ടിക നിരീക്ഷിക്കാൻ നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഏതൊക്കെയായിരുന്നു ഇരുമ്പിൻ്റെ അയിരുകൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന? ഇരുമ്പിൻ്റെ 4 അയിരുകളുടെ കാര്യം ഏതൊക്കെയാണ്? മാഗ്നറ്റൈറ്റ് ഉണ്ട്, ഹേമറ്റൈറ്റ് ഉണ്ട്, ലിമോണൈറ്റ് ഉണ്ട്, സിഡറൈറ്റും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എവിടെയൊക്കെയാണ്, ഏതൊക്കെ മേഖലകളിലാണ് പ്രധാനമായിട്ട് ഇരുമ്പയിര് ഖനനം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഒഡീഷ സംസ്ഥാനത്തിലുള്ള സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഛാർ എന്നിവ എന്താണ്? ഒഡീഷയിലുള്ള പ്രധാന ഇരുമ്പയിരിൻ്റെ ഖനന മേഖലകളാണ്. ജാർഖണ്ഡിലാണെങ്കിൽ സിംഗ്ഭം അതുപോലെ ദുർഗ്. കർണാടകത്തിലെ ബെല്ലാരി, ചിക്കമംഗളൂരു, ഷിമോഗ, ചിത്രദുർഗ്. ഓക്കെ, ബെല്ലാരി, ചിക്കമംഗളൂരു, ഷിമോഗ, ചിത്രദുർഗ് എന്നിവയാണ്. ഇനി ഗോവയിൽ മർമഗോവ, അത് കുഴപ്പമില്ല പഠിക്കാം. തമിഴ്നാട് സേലം, നീലഗിരി. ഓക്കെ, അപ്പോൾ ഏതൊക്കെയായിരുന്നു? ഒഡീഷയിൽ സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഛാർ.
ജാർഖണ്ഡിൽ സിംഗഭം എന്തുവാണ് ദുർഗ് എന്ന് പറഞ്ഞ 2 സ്ഥലം. പിന്നെ കർണാടകത്തിൽ ഷിമോഗ, ചിത്രദുർഗ്, ബെല്ലാരി, ചിക്കമംഗളൂർ. പിന്നെ ഗോവയിലാണെങ്കിൽ എളുപ്പമുണ്ട് ഏതാണ്? മർമഗോവ. തമിഴ്നാട് സേലം, നീലഗിരി. ഓക്കെ അല്ലേ? അപ്പം ആകെ എത്ര സംസ്ഥാനങ്ങളുണ്ടായിരുന്നു? 5 സംസ്ഥാനങ്ങളുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. മെയിനായിട്ട് ഒഡീഷ, ജാർഖണ്ഡ്, കർണാടക, ഗോവ, തമിഴ്നാട്. ഓക്കെ അല്ലേ? അപ്പം 5 സംസ്ഥാനങ്ങളിലാണ് നമ്മൾ പ്രധാനമായിട്ട് ഇരുമ്പ് അയിര് ഖനനം ചെയ്യുന്നത്. ഒഡീഷ, ജാർഖണ്ഡ്, കർണാടകം, ഗോവ, തമിഴ്നാട്. ഇനി ബാക്കി നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഏത്? ഇരുമ്പുരുക്ക് വ്യവസായം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ്. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ് എന്നിവ. അപ്പം ഈ ഇരുമ്പുരുക്ക് ശാലകളിലെ പ്രധാന അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയെന്ന് പറയാം. ഇരുമ്പയിരുണ്ട്, കൽക്കരിയുണ്ട്, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ്. ഓക്കെ. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. കൽക്കരി എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ആവശ്യമാണ്. ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിക്ഷേപങ്ങൾ കൽക്കരിപ്പാടങ്ങൾക്ക് സമീപത്തായി കാണപ്പെടുന്നു എന്നത് ഏറെ വ്യാവസായിക പ്രാധാന്യം അർഹിക്കുന്നു. അതായത് ഇരുമ്പുരുക്ക് നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത് ഈ കൽക്കരിപ്പാടങ്ങൾക്ക് അടുത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ കൽക്കരിക്ക് എന്തുണ്ട്? ഈ പറയുന്ന ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ആ വ്യവസായത്തിൻ്റെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരിയുടെ. ഓക്കെ. അതുകൊണ്ട് കൽക്കരിപ്പാടങ്ങൾ അതിൻ്റെ അടുത്തുള്ളത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ മേൽപ്പറഞ്ഞ അസംസ്കൃത വസ്തുക്കളെ കൂടാതെ ജലലഭ്യത, ഗതാഗത സൗകര്യങ്ങൾ, അതുപോലെ എന്താണ് കയറ്റുമതി സൗകര്യങ്ങൾ, തൊഴിലാളികളുടെ ലഭ്യത തുടങ്ങിയവയും ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ സ്ഥാന നിർണ്ണയത്തിന് പരിഗണിക്കുന്നു. അതായത് ഇപ്പം ഈ പറയുന്ന നിക്ഷേപമുണ്ട്, അതുപോലെ തന്നെ കൽക്കരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിനു വേണ്ടിയിട്ടുള്ള ജലലഭ്യത, അതിനെ മൈൻ ചെയ്ത് എടുക്കാൻ പറ്റിയ രീതി, അതിനെ എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഗതാഗത സൗകര്യങ്ങൾ, അതുപോലെ കയറ്റുമതി സൗകര്യങ്ങൾ, അതിന് പറ്റിയ തൊഴിലാളികൾ, ഇവരെല്ലാം ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവിടെ ഒരു ഫാക്ടറി ഉണ്ടാക്കി അല്ലെങ്കിൽ അവിടെ ഒരു മൈനിങ് കേന്ദ്രം തുടങ്ങി അതിനെ നമുക്ക് വേണ്ട രീതിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതിൽ ഏതെങ്കിലും ഒരു ഭാഗം ഇല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘടകം ഇല്ല എങ്കിൽ എന്ത് ചെയ്യത്തില്ല? ഈ പ്രോസസ്സിങ്ങിന് പ്രശ്നം വരും. അതുകൊണ്ട് ഇതെല്ലാം ചെക്ക് ചെയ്ത് വേണം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇരുമ്പുരുക്ക് വ്യവസായശാല നിർമ്മിക്കാൻ പറ്റും അവിടെ. ഓക്കെ. അടുത്ത പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളുടെ വിശദാംശമാണ് എന്ത് ചെയ്തേക്കുന്നത്? പട്ടിക കൊടുത്തേക്കുന്നത്. ഒരു 3-4-5 ഉണ്ട്. 5 ഒന്നും അല്ലാതെ കൂടുതലുണ്ട്. ആദ്യത്തെ എന്തുവാണ്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. അതിൻ്റെ TISCO എന്നാണ്, ടിസ്കോയോ. അപ്പോൾ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജംഷഡ്പൂർ ആണ്, ജാർഖണ്ഡ്. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് ശാലയാണ് ഈ പറയുന്ന ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. അടുത്ത എന്താണ്? അത് എവിടെയാണ്? ജംഷഡ്പൂർ, ജാർഖണ്ഡ്. ഇനി ഇന്ത്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, IISCO എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അതെവിടെയാണ്? കുൾട്ടി, ബർൺപൂർ, ഹിരാപൂർ, പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഈ പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇത് ഈ പറയുന്നത്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഏത്? അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എവിടെയാണ്? പശ്ചിമ ബംഗാളാണ്. കുൾട്ടി, ബർൺപൂർ, ഹിരാപൂർ. ഓക്കെ. അടുത്തെന്താണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്, VISL. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് എവിടെയാണ്? ഭദ്രാവതി, കർണാടകമാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ഇത് ഏതാ ഒരു PSC എക്സാമിന് കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല, അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ഓക്കെ. അടുത്ത എന്തുകൊണ്ട്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. അത് കർണാടകമാണ്. ഓക്കെ. അടുത്ത ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ഭിലായ്. അത് ദുർഗ്, ഛത്തീസ്ഗഡിലാണ്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചത്. ഓർമ്മയുണ്ടോ പറഞ്ഞത്? ഭിലായ് എന്തുവാണ്? റഷ്യയുടെ സഹായത്തോടെയാണ്. റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെയാണ്. ദുർഗാപൂർ UK സഹായത്തോടെയാണ്. അതുപോലെ ബൊക്കാറോയും റഷ്യയുടെ സഹായത്തോടെയാണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ ഏതൊരു ചാപ്റ്ററിൽ മെൻഷൻ ചെയ്ത് പോയതാണ്. അത് തന്നെയാണ് വീണ്ടും പറയുന്നത്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡിൻ്റെ തന്നെയാണ് ഈ 4 നോക്കിയാണ്. ഇത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ആണ്. ഇതും അത് തന്നെ, അതും തന്നെ, സ്ഥലം തന്നെ. ഇതെല്ലാം സ്ഥലം മാറുന്ന മാത്രമേ ഉള്ളൂ. സെയിം കമ്പനിയുടേതാണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ് ആണെങ്കിൽ അതിൻ്റെ സ്ഥലം ദുർഗ്, ഛത്തീസ്ഗഡ് ആണ്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിക്കുന്നത്. റഷ്യയാണ് അതിൻ്റെ ആള്. ഓക്കെ. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ്. റൂർക്കേലയാണെങ്കിൽ അത് ആരതാണ്? സുന്ദർഗഡ്, ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. റൂർക്കേല, ഒഡീഷ. അത് ആരുടെ സഹായത്തോടെയാണ്? ജർമ്മനിയുടെ
സഹായത്തോടെയാണ് എന്ത് ചെയ്തേക്കുന്നത്, സ്ഥാപിച്ചിരിക്കുന്നത്. 1959 തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് സ്ഥാപിക്കുന്നത്. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ എന്ന് പറയുന്നത് ദുർഗാപൂർ പശ്ചിമ ബംഗാളാണ്. 1962 UK സഹായത്തോടെയാണ് എന്ത് ചെയ്തത്, UK സാങ്കേതിക സഹായത്തോടെയാണ് ആരംഭിക്കുന്നത്. UK ആണത്. ഓക്കെ, ഏതാണ്, ദുർഗാപൂർ UK ആണ്. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ ആണെങ്കിൽ അത് ബൊക്കാറോ ജാർഖണ്ഡ് തന്നെയാണ്. 1967 റഷ്യയുടെ സഹായത്തോടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതായിരുന്നു, അത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്, പശ്ചിമ ബംഗാളാണ്. ഓക്കെ, അടുത്തത് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ്. ഇനി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. പിന്നെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡിൻ്റെ ഓരോ ബ്രാഞ്ച്, ഫിലായ് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് ആണ്, റഷ്യയുടെ ഹെൽപ്പോട് കൂടി. അടുത്തത് റൂർക്കേല എന്ന് പറയുന്നത് സുന്ദർഗഡ് ഒഡീഷയിലാണ്, ജർമ്മനിയുടെ ഹെൽപ്പോട് കൂടി. അടുത്തത് ദുർഗാപൂർ പശ്ചിമ ബംഗാളാണ്, അത് UK ഹെൽപ്പോട് കൂടി 1962. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ എന്ന് പറയുന്നത് ജാർഖണ്ഡ് ആണ്, റഷ്യയുടെ ഹെൽപ്പോട് കൂടി 1964 നിർമ്മിച്ചത്. ഈ ടേബിൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. നമ്മുടെ ഏറ്റവും വലിയ, നമ്മൾ പറഞ്ഞ രീതിക്ക് ധാതു അധിഷ്ഠിത വ്യവസായത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് എമൗണ്ട് കിട്ടുന്ന ഒരു വ്യവസായം ഈ ഇരുമ്പുരുക്ക് വ്യവസായം വഴിയാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണത്. നമുക്ക് അടുത്ത ഐറ്റത്തിലോട്ട് പോവുക. അടുത്ത എന്തുവാ, മാംഗനീസ് ആണ്. എന്താണ് മാംഗനീസിൽ? ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹ ധാതുവാണ് എന്ത്, ഈ പറയുന്ന മാംഗനീസ് എന്ന് പറഞ്ഞു. നമ്മൾ ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ മെയിനായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഏതൊക്കെയായിരുന്നു? നമുക്ക് 4 മെയിനായിട്ടുള്ള അയിരുകളാണ് അല്ലെങ്കിൽ ധാതുക്കളാണ് ഖനനം ചെയ്യുന്നത്. അത് ഏതൊക്കെയായിരുന്നു? ഇവിടെ എഴുതിയിട്ടുണ്ട്. മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്ന് പറയുന്ന 4 നമ്മൾ പ്രധാനമായിട്ട് ആ 4 നിക്ഷേപമാണ് ഇന്ത്യയിൽ കൂടുതലായിട്ടുള്ളത്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നമ്മൾ അല്ലാതെ ഇതിൻ്റെ അസംസ്കൃത വസ്തുവായിട്ട്, അതാണ് നമ്മൾ ഇന്ത്യയിലുള്ള ഡെപ്പോസിഷൻസ്. ആ ഡെപ്പോസിഷൻസ് നമ്മൾ ഖനനം ചെയ്തിട്ട് നമ്മൾ വ്യവസായത്തിന് ഉപയോഗിക്കുമ്പോൾ അതും ഇരുമ്പുരുക്ക് മാത്രമല്ല, അല്ലാതെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇരുമ്പ് മാത്രമല്ല, അതോടൊപ്പം തന്നെ കൽക്കരിയും മാംഗനീസും ചുണ്ണാമ്പുകല്ലും ഡോളമൈറ്റും നമ്മൾ അസംസ്കൃത വസ്തുക്കളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ടുള്ള അടുത്ത കാര്യമാണ് പറയാൻ പോകുന്നത്. ഈ മാംഗനീസ് എന്ന് പറയുന്നത് ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ഒരു ലോഹ ധാതുവാണ് ഈ പറയുന്ന എന്ത്, മാംഗനീസ് എന്ന് പറയുന്നത്. ഇരുമ്പയിര് നിക്ഷേപങ്ങൾക്ക് സമീപമായി പൊതുവെ മാംഗനീസ് നിക്ഷേപങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടുവരുന്നുണ്ട്. നമ്മൾ നേരത്തെ വേറെ ആരുടെ നിക്ഷേപം ഉണ്ടെന്നാണ് പഠിച്ചത്, അത് കൽക്കരിയുടെ നിക്ഷേപം എന്ത് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്, കണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മാംഗനീസിന്റെ നിക്ഷേപം എന്ത് ചെയ്യുന്നുണ്ട്, ഇരുമ്പയിരിന് സമീപമായി കാണാറുണ്ട്. ഒഡീഷയാണ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ. അപ്പോൾ മാംഗനീസ് നിർമ്മാണം അല്ലെങ്കിൽ മാംഗനീസ് ഉൽപാദനത്തിൽ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവയാണ് മറ്റ് പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. അതായത് ഇവിടെ ഡെപ്പോസിഷൻസ്, മാംഗനീസിന്റെ ഡെപ്പോസിഷൻ കൂടുതലുള്ള സംസ്ഥാനം അപ്പോൾ ഒഡീഷയാണ്. അതാണ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിലെന്ന് എഴുതിയിരിക്കുന്നത്. മാംഗനീസ് എന്ന് പറയുന്നത് ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ ഒരു അസംസ്കൃത വസ്തുവാണ്, വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ലോഹ ധാതുവാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി അത് മറ്റ് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കർണാടകയുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, മധ്യപ്രദേശ് എന്നിവയാണ് മറ്റ് പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇരുമ്പയിരുമായി കൂട്ടിക്കലർത്തി സങ്കര ലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് മാംഗനീസ് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്തിനായിരുന്നു ഈ മാംഗനീസ് അസംസ്കൃത വസ്തുവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇരുമ്പുമായിട്ട് കലർത്തിയിട്ട് എന്ത് ചെയ്യും, സങ്കര ലോഹങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മാംഗനീസിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇന്ത്യയിലെ മറ്റു ചില ധാതുക്കളെ സംബന്ധിച്ച വിവരങ്ങൾ പട്ടിക നിരീക്ഷിച്ച് മനസ്സിലാക്കൂ. അപ്പോൾ ഈ ഇന്ത്യയിലുള്ള മറ്റ് ധാതുക്കൾ നമ്മൾ പറഞ്ഞല്ലോ, 2 തരത്തിലാണ് ധാതുക്കൾ നമ്മൾ കാറ്റഗറി ചെയ്യുന്നത്. ഒന്ന് ലോഹധാതുക്കളും ഒന്ന് അലോഹധാതുക്കളും. അതിൽ ലോഹധാതുക്കൾ വരുന്നതിന് 2 കാറ്റഗറി ആയിട്ട് തിരിച്ചു. ഒന്ന് ഇരുമ്പിന്റെ സാന്നിധ്യമുള്ളവയും അതൊന്ന് ഇരുമ്പിന്റെ സാന്നിധ്യം ഇല്ലാത്തവ. ഇരുമ്പിന്റെ സാന്നിധ്യം ഉള്ളവയിൽ വന്നതാണ് ഇരുമ്പയിരും അതുപോലെ തന്നെ മാംഗനീസും. അതാദ്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇരുമ്പിന്റെ സാന്നിധ്യം ഇല്ലാത്ത ഐറ്റംസ് വരും. അതിൽ വരുന്നതാണ് സ്വർണം, വെള്ളി, അങ്ങനെയൊക്കെ ഉള്ളത്. അതിൻ്റെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്ത്യയിലെ മറ്റ് ധാതുക്കളെ എന്ന് പറയുമ്പോൾ എന്താണ്, ആ മറ്റ് ഇരുമ്പിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത ധാതുക്കളിൽ ഉള്ള കേസുകളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ വരുന്ന ആദ്യത്തെ ആളാരാ? അത് സ്വർണ്ണമാണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. പ്രധാനമായിട്ട് സ്വർണ്ണം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? കർണാടകത്തിലാണ്. അപ്പോൾ സ്വർണ്ണത്തിൻ്റെ ഏറ്റവും വലിയ ഉൽപ്പാദകരാരാണ്? കർണാടകമാണ്. അപ്പം എന്തുവാണ്, മാംഗനീസിൻ്റെ ഏറ്റവും വലിയ ഉൽപ്പാദകരെ സംസ്ഥാനമാണ് അത് ഒഡീഷയാണ്. ഇരുമ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു, ഏത് സംസ്ഥാനമാണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞതായിട്ട് ഓർമ്മയില്ല എനിക്ക്. പറഞ്ഞായിരുന്നോ? 4 നിക്ഷേപങ്ങളുണ്ട്, കയറ്റി അയക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തിൻ്റെ തന്നെ പറഞ്ഞില്ലേ?
ഏറ്റവും കൂടുതൽ ഉള്ളത് എനിക്ക് തോന്നുന്നു ഈ 5 സംസ്ഥാനങ്ങൾ ഒന്നിച്ചായിരിക്കും പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഏത് സംസ്ഥാനത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുവാണ്, സ്വർണ്ണം എന്ന് പറയുന്നത് ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഏറ്റവും പ്രധാന ഉൽപ്പാദക സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകമാണ്. വെള്ളി എടുത്തു കഴിഞ്ഞാൽ ആഭരണ നിർമ്മാണം, പിന്നെ ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഫോട്ടോഗ്രാഫിക്കൊക്കെ എന്താണ്, വെള്ളി ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രധാന ഉൽപ്പാദകരെന്ന് പറയുന്നത് രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടകം എന്നിവയാണ്. ചെമ്പാണെങ്കിൽ വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്നത്. ചെമ്പില്ലാതെ ഒരു പരിപാടിയില്ല. നമ്മളെ മിക്കവാറും ഉള്ള വൈദ്യുത കമ്പികളെല്ലാം എന്താണ്, ചെമ്പാണ്. അപ്പോൾ അത് ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഉൽപ്പാദകരായിട്ട് വരുന്നത്. പിന്നെ ബോക്സൈറ്റ്, അലുമിനിയത്തിൻ്റെ അയിരാണ് ഏത്, ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ബോക്സൈറ്റ് വിമാനം, വൈദ്യുത ഉപകരണങ്ങൾ, അതുപോലെ ഗാർഹിക ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. വിമാനം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഇപ്പോൾ അലുമിനിയം ആണെന്ന് പറയാം. അതൊക്കെ അതുപോലെ വൈദ്യുത ഉപകരണം, വിമാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ലോഹം അലുമിനിയമാണ്. പിന്നെ വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണം അലുമിനിയം, അതുപോലെ ഗാർഹിക ഉപകരണങ്ങൾ അലുമിനിയത്തിലുള്ളതുണ്ട്. ഒക്കെ അതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബോക്സൈറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രധാന ഉൽപ്പാദകരാരൊക്കെയാണ്, ജാർഖണ്ഡ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, മധ്യപ്രദേശ്, ഒഡീഷ ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് എപ്പോഴും എവിടെ ആയിരിക്കും, നമ്മുടെ ഈ ഉപദ്വീപീയ പീഠഭൂമി ഏരിയയിലുള്ള സംസ്ഥാനങ്ങളായിരിക്കും കൂടുതൽ വരുന്നത്. പിന്നെ അടുത്തത് അഫ്രം അഥവാ മൈക്ക എന്നാണ് പറയുന്നതിന്. അതെന്ന് പറയുന്നത് വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്നത് ഈ പറയുന്ന അഫ്രം അല്ലെങ്കിൽ മൈക്കയാണ്. അത് ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ എന്നീ പ്രദേശങ്ങളിലാണ് എന്ത് ചെയ്തേക്കുന്നത്, കാണപ്പെടുന്നത്. ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ. ഈ ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ ഇപ്പോൾ തന്നെ എവിടത്തെ 2 സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഒന്ന് ചെമ്പും അഫ്രത്തിലുമാണ് രാജസ്ഥാൻ വന്നിട്ടുള്ളത്. ജാർഖണ്ഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ജാർഖണ്ഡിൽ വെള്ളിയുണ്ട്, അതുപോലെ തന്നെ എന്താണ്, ചെമ്പുണ്ട്, ബോക്സൈറ്റ് ഉണ്ട്. ഇതാ ഇപ്പോൾ നോക്കിയപ്പം എന്തുകൊണ്ട്, അഫ്രോ ഉണ്ട്. മിക്കവാറും ഉള്ള എല്ലാം എന്തിലുണ്ട്, വരുന്നുണ്ട് ജാർഖണ്ഡിൽ. അതുപോലെ ബീഹാർ, ഒഡീഷയിൽ നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒഡീഷയിൽ വന്ന സാധനം എന്ത് വരുന്നത്, അതിൻ്റെ പേര് പറഞ്ഞില്ല, മാംഗനീസ് ആയിരുന്നു. ഇപ്പോൾ അതാ ഒഡീഷയിൽ എന്തുകൊണ്ട്, ബോക്സൈറ്റും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ, കുഴപ്പമില്ലല്ലോ. ഇത് ഈ ബോക്സ് നോക്കി വെച്ചേക്കണേ. നമുക്ക് കുറേ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോക്സ് ഇതാണ്. ഈ ബോക്സ് നന്നായിട്ട് നോക്കി വെച്ചേക്കണം. അതിനകത്ത് കുറേ അഡീഷണൽ കണ്ടന്റ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നോക്കാം. എന്തുവാണ്, ധാതു ഇന്ധനങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതായത് ഇരുമ്പ് അതായത് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആക്കിയ സെക്ഷനിൽ ലോഹധാതുക്കളുടെ കാര്യമാണ് പറഞ്ഞിരുന്നത്. ഇനി ലോഹം അല്ലാത്ത അലോഹധാതുക്കളുടെ കാര്യമാണ് പറയുന്നത്. അതിനകത്ത് 2 കാറ്റഗറിയാണ്, ഒന്ന് ധാതു ഇന്ധനങ്ങളും ഒന്ന് മറ്റുള്ളവയും. ഓക്കെ, അതിൽ ധാതു ഇന്ധനങ്ങൾ നോക്കാം. കൃഷി, വ്യവസായം, ഗതാഗതം തുടങ്ങി വിവിധ മേഖലകളിലെ ഊർജാവശ്യങ്ങൾക്ക് നാം ആശ്രയിക്കുന്നത് ധാതു വിഭവങ്ങളെയാണ്. കൽക്കരി, പെട്രോളിയം, അതുപോലെ തന്നെ പ്രകൃതിവാതകങ്ങൾ എന്നിവയാണ് പ്രധാന ഊർജ വിഭവങ്ങൾ. അപ്പോൾ പ്രധാന ഊർജ വിഭവങ്ങൾ ഏതൊക്കെയാണ്, കൽക്കരിയുണ്ട്, പെട്രോളുണ്ട്, പ്രകൃതിവാതകങ്ങൾ എന്നിവ ഊർജ വിഭവങ്ങളാണ്. ഇവയെ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവയെ പറ്റിയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങളാണ് കൽക്കരി, പെട്രോൾ, പ്രകൃതിവാതകങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇവയെ നമ്മൾ ഊർജ്ജ വിഭവങ്ങൾ അല്ലെങ്കിൽ ഊർജ്ജ ഇന്ധനങ്ങൾ എന്നൊക്കെയാണ് ഇന്ധനങ്ങൾ എന്നാണ് പൊതുവേ പറയുന്നത്. ധാതു ഇന്ധനങ്ങളുടെ കേസാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ആളാരാ, അതാണ് കൽക്കരിയാണ്. ഇന്ത്യയിലെ മുഖ്യ താപ സ്രോതസ്സാണ് ആര്, കൽക്കരി. ഒരു താപത്തിന്റെ സ്രോതസ്സാണ്. വേറെ ഏതെങ്കിലും താപ സ്രോതസ് നമുക്ക് അറിയത്തുണ്ടോ? നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന വിറകൊക്കെ എന്താണ്, പണ്ട് ഉപയോഗിച്ചിരുന്ന വിറക് എന്ന് പറയുന്നത് ഒരു താപ സ്രോതസ്സാണ്. അതുപോലെ തന്നെ LPG, നാച്ചുറൽ ഗ്യാസ്, അതെല്ലാം താപ സ്രോതസ്സുകളാണ്. അപ്പോൾ ഇന്ത്യയിലെ മുഖ്യ താപ സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന കൽക്കരിയാണ്. ഓക്കെ, പ്രധാന വ്യാവസായിക ഇന്ധനമാണ് എന്ത്, കൽക്കരി എന്ന് പറയുന്നത്. അതായത് വ്യവസായശാലകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് കൂടുതലും കൽക്കരി ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ കൽക്കരി ഇല്ലാതെ പറ്റത്തില്ലെന്ന്. കാര്യം കൽക്കരിയെ ഒരു ഇന്ധനമായി ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, അതിനകത്തുനിന്ന് അയിരിൽ നിന്നും ഇരുമ്പിനെ എന്ത് ചെയ്തെടുക്കുന്നത്, നമുക്ക് വേണ്ട രീതിക്ക് ശുദ്ധീകരിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കൽക്കരി എന്ന് പറയുന്നത് ഒരു പ്രധാന വ്യാവസായിക ഇന്ധനമാണ്. എന്ന് വെച്ചാൽ വ്യാവസായിക രംഗത്ത് ഉപയോഗിക്കുന്ന ഇന്ധനമാണ്. ഒരു താപത്തിന്റെ സ്രോതസ്സാണ് ഈ പറയുന്ന കൽക്കരി എന്ന് പറയുന്നത്. ഓക്കെ, ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. അപ്പോൾ ബിറ്റുമിനസ് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള കൽക്കരിയാണ് എവിടെ കാണപ്പെടുന്നത്, ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്നത്. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, അതുപോലെ തന്നെ ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയാണ് പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. അപ്പോൾ കൽക്കരി പാടങ്ങൾ ഉള്ളത് അല്ലെങ്കിൽ കൽക്കരി കൂടുതലായിട്ട് കാണപ്പെടുന്ന ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയാണ്. ഇനി ജാർഖണ്ഡിലെ ചാറിയ എന്നിടെ വായിക്കുന്നത്, ജാർഖണ്ഡിലെ ചാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. അപ്പോൾ ചാറിയ എന്ന് പറയുന്ന സ്ഥലമാണ് എന്ത് ചെയ്യുന്നത്, ജാർഖണ്ഡിലാണ്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എന്തെന്ന് പറയുന്നത്, ചാറിയ. ഓക്കെ, ചാറിയയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ
കൽക്കരിപ്പാടം. തമിഴ്നാട്ടിലെ നൈവേലിയിലെ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു. അപ്പോൾ ഇന്ധനക്ഷമത കുറഞ്ഞൊരു കൽക്കരിയാണ് ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്. അത് എവിടാണ്? നൈവേലി, തമിഴ്നാടാണ് കാണപ്പെടുന്നതെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇടത്തരം നിലവാരമുള്ള ബിറ്റുമിനസ് ആണ് ഇന്ത്യയിൽ എന്ത് ചെയ്തിരിക്കുന്നത് കൂടുതലായിട്ടുള്ള കൽക്കരി എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ട് കാണപ്പെടുന്ന പ്രധാന സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയാണ്. അതിൽ ജാർഖണ്ഡിലെ ചാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. തമിഴ്നാട്ടിലുള്ള എന്താണ് ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയുടെ പേരേതാണ്? അത് ലിഗ്നൈറ്റ് ആണ്. ഓക്കെ, നൈവേലിയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ അല്ലേടെ? അടുത്തതിന് എന്തുവാ? പെട്രോളിയവും പ്രകൃതിവാതകവുമാണ് നോക്കാനുള്ളത്. പെട്രോളിയവും പ്രകൃതിവാതകവും. റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മേഖലയ്ക്ക് മുഖ്യ ഊർജ്ജ സ്രോതസ്സാണ് എന്ത്? പെട്രോളിയം. അപ്പം രണ്ട് മേഖലയാണ് പറഞ്ഞത്. ആദ്യ മേഖല ഏതായിരുന്നടെ? വ്യാവസായിക മേഖലയിലെ പ്രധാന ഇന്ധനമാണ് കൽക്കരി എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്തുവാണ്? റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മേഖലയ്ക്ക് മുഖ്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? പെട്രോളിയമാണ്. ഈ മേഖലയിൽ റോഡിൽ കൂടെ വാഹനങ്ങൾ ഓടണമെങ്കിൽ എന്ത് വേണം? പെട്രോൾ വേണം. ഓക്കെ, അല്ലെങ്കിൽ ഡീസൽ വേണം. അതുപോലെ റെയിൽ, അതിലും എന്ത് വേണം? ഇതുപോലെ ഇന്ധനങ്ങൾ വേണം. വ്യോമ മേഖലയിൽ വിമാനം പറത്തണമെങ്കിലും എന്ത് വേണം? അതിനും ഇന്ധനം ആവശ്യമാണ്. അങ്ങനെയുള്ള അത്തരം ഇന്ധനങ്ങളാണ് ഏത് വരുന്നത്? ഈ പറയുന്ന പെട്രോളിയം വരുന്നത്. ഓക്കെ, പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസലീൻ തുടങ്ങിയ വിവിധ തരം ഉൽപ്പന്നങ്ങൾ എന്താണ്? പെട്രോളിയത്തിൽ നിന്ന് വേർതിരിക്കുന്നു. അപ്പോൾ പെട്രോളിയം എന്ന് പറയുന്നത് അതിനകത്തുനിന്ന് വേർതിരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ പറയുന്ന പെട്രോൾ, ഡീസൽ, കൃത്രിമ റബ്ബർ, രാസവളങ്ങൾ, അതുപോലെ കൃത്രിമ നാരുകൾ, വാസലീൻ, അതെല്ലാം എന്താണ്? പെട്രോൾ എന്ന് വേർതിരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അസമിലെ ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. അപ്പോൾ ഡിഗ്ബോയ് എന്ന് പറയുന്ന എവിടെയാണ്? അസമിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ഖനനം ആരംഭിച്ചത്? പെട്രോളിയത്തിൻ്റെ ഖനനം ആരംഭിച്ചത്. അത് ഓർത്ത് വെച്ചേക്കണേ. ഡിഗ്ബോയ് എന്ന് പറയുന്നത് എവിടാണ്? ഡിഗ്ബോയ് എന്ന് പറയുന്നത് ആസാമാണ്. ഓക്കെ, ആസാമാണ്, അല്ലെങ്കിൽ ആസാം എന്ന് പഠിച്ചാലും മതി. ആസാമാണ്. അവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്തത്? പെട്രോളിയം ഖനനം ചെയ്തത്. അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. അപ്പോൾ അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ എന്തുണ്ട്? പെട്രോളിയം നിക്ഷേപമുണ്ട്, അല്ലെങ്കിൽ പെട്രോളിയം ഖനനം ഉണ്ട്, അല്ലെങ്കിൽ പ്രത്യേക പെട്രോളിയം നമ്മൾ എന്ത് ചെയ്യുന്നു? ഖനനം ചെയ്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതായത് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. അപ്പം മുംബൈ ഹൈ ആണ് ഏറ്റവും വലിയ എണ്ണപ്പാടം. ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതായിരുന്നു? ജാർഖണ്ഡിലെ ചാറിയ ആയിരുന്നു. ഓക്കെ, അപ്പം ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? അത് മുംബൈ ഹൈ ആണ്, മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, ഇനി എന്താണ്? പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന പ്രകൃതിവാതകം എന്ന് പറയുന്നത്. ചിലയിടങ്ങളിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായും കാണപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ. അപ്പോൾ പെട്രോളിയം പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രം കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് ഈ പറയുന്നത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. ചില സ്ഥലങ്ങളിൽ പെട്രോളിയം ഖനനം ചെയ്യുന്നതോടൊപ്പം തന്നെ എന്തും കിട്ടാറുണ്ട്? പ്രകൃതിവാതകം ലഭിക്കാറുണ്ട്. ചില സ്ഥലത്ത് പ്രകൃതിവാതകം മാത്രമായിട്ടും ഉണ്ട്. അപ്പോൾ ഓക്കെ അല്ലേടെ? രണ്ടെണ്ണമാണ് പഠിച്ചത്. നമുക്കൊന്നുകൂടെ പറഞ്ഞിട്ട് വരാം. എന്താണ് ആദ്യം പഠിച്ചത്? കൽക്കരിയാണ്. താപസ്രോതസ്സാണ് കൽക്കരി. വ്യാവസായിക ഇന്ധനമായിട്ടാണ് കൽക്കരി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇടത്തരം വിഭാഗത്തിലുള്ള ബിറ്റുമിനസ് വിഭാഗത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്നത്. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നീ പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൽക്കരി കാണുന്നുണ്ട്. ജാർഖണ്ഡിലെ ചാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ എന്തുണ്ട്? ലിഗ്നൈറ്റ് ആ ഒരു ക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നുണ്ട്. അടുത്ത സെറ്റ് പെട്രോളിയം പ്രകൃതിവാതകം എന്ന് പറയുന്നത് നമ്മൾ റെയിൽ, വ്യോമ, റോഡ് ഗതാഗത മേഖലകളിലെ മെയിനായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സാണ്. അതിൽ നിന്ന് നമ്മൾ എന്താണ് വേർതിരിച്ചെടുക്കുന്ന പെട്രോളിയം എന്ന് പറയുന്നതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഘടകങ്ങളാണ് പെട്രോൾ, ഡീസൽ, രാസവളം, കൃത്രിമ റബ്ബർ, കൃത്രിമ നാര്, വാസ്ലീൻ എന്നിവയൊക്കെ. ഇനി അസമിലെ ഡിഗ്ബോയിലാണ് ആദ്യമായിട്ട് എന്ത് ആരംഭിക്കുന്നത്? പെട്രോളിയം ഖനനം ആരംഭിക്കുന്നത്. ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് പറയുന്നത് മുംബൈ ഹൈ ആണ്. ഏത് സംസ്ഥാനമാണ്? മഹാരാഷ്ട്രയിലാണ്. പെട്രോളിയം ഖനനത്തോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഈ പ്രകൃതിവാതകം കൂടെ ലഭിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ പ്രകൃതിവാതകത്തിൻ്റെ മാത്രം ഡിപ്പോസിഷനാണുള്ളത്. അതെവിടെയാണ്? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവയാണ്. ഓക്കെ അല്ലേ? പിന്നെ അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ എന്തുള്ളത്? പെട്രോളിയം ഉൽപ്പാദനമുള്ള സംസ്ഥാനങ്ങളാണ്. അടുത്ത മൂന്നാമത്തെ കാറ്റഗറി എന്താണ്? ആണവധാതുക്കളാണ്. ആണവധാതുക്കളൊക്കെ ഏതൊക്കെയായിരുന്നത്? ഓർമ്മയുണ്ട? യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവധാതുക്കൾ. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായി സമ്പന്നമായ യുറേനിയം നിക്ഷേപങ്ങളുണ്ട്. അപ്പോൾ ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ എന്താണ്? സമ്പന്നമായ യുറേനിയം
എന്ന് പറഞ്ഞ യുറേനിയത്തിൻ്റെ എന്തുണ്ട് നിക്ഷേപമുണ്ട്. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരമണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നും തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ എവിടാണ്? രാജസ്ഥാൻ, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് സമ്പന്നമായ യുറേനിയം അല്ലെങ്കിൽ സമ്പുഷ്ട യുറേനിയം എന്നൊക്കെ പറയും, അതിൻ്റെ നിക്ഷേപമുണ്ട്. അതുപോലെ കേരളം, തമിഴ്നാട് പ്രദേശങ്ങളുടെ തീരമണലിൽ നിന്ന് നമുക്ക് എന്താണ് മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് എന്ത് ഉൽപ്പാദിപ്പിക്കാം? തോറിയം ഉൽപ്പാദിപ്പിക്കാം. യുറേനിയം തോറിയമാണ് എന്ത് ആണവ ധാതുക്കൾ. ഓക്കെ, യുറേനിയം തോറിയം. അപ്പോൾ ഇനി അത് എന്തിനാണ്? ആണവോർജ്ജ നിലയങ്ങളിലാണ് ഈ പറയുന്ന ആണവധാതുക്കളുടെ ഉപയോഗം വരുന്നത്. ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയങ്ങൾ ഏതൊക്കെയാണ്? താരാപൂർ മഹാരാഷ്ട്ര, റവത് ഭട്ട രാജസ്ഥാൻ, അടുത്ത കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട്, കൈഗ കർണാടകം, കാക്രപാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. അപ്പോൾ ഏതൊക്കെയാണ്? താരാപൂർ മഹാരാഷ്ട്ര, റാവത്ത് ഭട്ട രാജസ്ഥാൻ, കൽപ്പാക്കം കൂടംകുളം, ഇത് കേട്ടാണ് കൂടംകുളം ആണവ നിലയം എന്നൊക്കെ പറഞ്ഞ്. കൽപ്പാക്കവും കൂടംകുളവും തമിഴ്നാടാണ്, കൈഗ കർണാടകം, കാക്രപാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. അപ്പോൾ ഇതും എന്ത് ചെയ്തിരിക്കണം? ഇതും ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. ഈ സാധനം ഈ ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പുതിയ വല്ല ആണവോർജ്ജ നിലയം ഉണ്ടാകുന്നോ? അതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ആണവോർജ്ജ എന്തുവായിരുന്നു? ആണവോർജ്ജം എന്ന് പറയുമ്പോഴത്തേക്ക് അറ്റോമിക് ഫസ്റ്റ് ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണെന്നോ? ഫസ്റ്റ് ഇരുമ്പുരുക്ക് വ്യവസായശാല ഫസ്റ്റ് ഇത് പൊതുമേഖല എന്നല്ലേ പറയുന്നത്? ഏറ്റവും വലിയത് പൊതുമേഖലയിൽ ആദ്യം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ കണ്ടുപിടിക്കുന്നു. നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇരുമ്പുരുക്ക് വ്യവസായ സ്റ്റീൽ പ്ലാന്റ് ഇൻ ഇന്ത്യ. First iron and steel plant in India was the Tata Iron and Steel Company, established in Jamshedpur. ടാറ്റ സ്റ്റീലാണ് എടുത്തിരിക്കുന്നത്. ഇതിന് മുമ്പത്തത് ടാറ്റ സ്റ്റീലാണ് എടുത്തേക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയ. ഇനി അടുത്തേക്കുന്നത് അയൺ ആൻഡ് സ്റ്റീൽ, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്നുണ്ടാക്കി നമ്മൾ നോക്കാം. ഇന്ത്യൻ അയൺ സ്റ്റീൽ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യൻ സ്റ്റീൽ കമ്പനി 1918 എക്കണോമിക്സ് ടൈംസിൻ്റെ കഥ അനുസരിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1918. ഇത് എന്നായിരുന്നു? 1912 907. അപ്പം ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ അതാണ് ജംഷഡ്പൂരിലാണ് ആദ്യത്തെന്നാണ് ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത്. 1907 മറ്റേത് 1918 ഇത് 1907 ഈ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി 1918 ഉള്ളത്. അപ്പം ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ആയിട്ടുള്ള ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് ആദ്യത്തെന്നാണ് ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത്. പൊതുമേഖലയിലെ ആദ്യത്തേതാണ് എന്ത് ചെയ്തേക്കുന്നത്? ഈ പറയുന്ന അയൺ ആൻഡ് സ്റ്റീൽ. മറ്റേ സ്വകാര്യ മേഖല ആയതുകൊണ്ടായിരിക്കും അങ്ങനെ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യത്തേത് ടാറ്റയുടേതാണ്. ഓക്കെ, ഇന്ത്യ കലിംഗ ഈ പറയുന്ന എണ്ണം തന്നെ എന്നാണ് തോന്നുന്നത്. കാക്രിപ്പാറ്, നറോറ, കൂടംകുളം, കൈഗ കർണാടക അതുകൊണ്ടായിരുന്നല്ലോ അതിനകത്ത്. കൈഗ മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ട്. അത് കണ്ടില്ലായിരുന്നു. മദ്രാസ് കണ്ടില്ലല്ലോ. തമിഴ്നാടുള്ളത് കൽപ്പാക്ക കൂടംകുളം എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് റാവത്ത് ഭട്ട് കണ്ടുപോയില്ല. റാവത്ത് ഭട്ട് ആ ലിസ്റ്റ് തന്നെ കേട്ടോ. ഞാൻ ഒന്നുകൂടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ടേക്കാം. ഇതിപ്പം നോക്കിയിട്ട് അത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാ റിയാക്ടറിൻ്റെയും കഥയാണ് എഴുതിയിരിക്കുന്നത്. നമുക്കിത് എക്സാക്ട് നിലയങ്ങളാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, റിയാക്ടർ ഒരു നിലയത്തിൽ ഒന്നിലധികം റിയാക്ടർ കാണും. ആ റിയാക്ടറിൻ്റെ എല്ലാം എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്.
20, 22 കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ എത്ര എണ്ണം ഉണ്ട്? 2, 4, 6 എണ്ണം ഉണ്ട്. അതങ്ങ് പഠിക്കാം. താരാപൂർ മഹാരാഷ്ട്ര, റാവത്ത്ഫട്ട രാജസ്ഥാൻ, കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട്, കൈഗ കർണാടകം, കാക്രാപാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. ഓക്കെ ഓക്കെ, കാക്രപാറ അത് കൈഗ കർണാടക. ഓക്കെ, അടുത്ത എന്തുവാണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. അതായത് ഈ ഫോസിൽ ഇന്ധനങ്ങളെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? പരമ്പരാഗത സ്രോതസ്സുകൾ അല്ലെങ്കിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ് വിളിക്കുന്നത്. ഫോസിൽ ഇന്ധനങ്ങൾ നമ്മൾ എടുക്കുന്തോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? തീർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇനി പറയാൻ പോകുന്ന പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തീരത്തില്ല. സൗരോർജ്ജം അങ്ങനെയൊക്കെയുള്ള കഥയാണ്. ഓക്കെ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്താണെന്ന് നോക്കാം. കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ധാതു വിഭവങ്ങളാണ് നാം ഏറെക്കാലമായി ഊർജ്ജാവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഊർജ്ജ സ്രോതസ്സുകളെ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നു. അത് പണ്ടുകൊണ്ടേ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഈ പറയുന്ന പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇത്തരം ധാതുക്കൾ പുനഃസ്ഥാപിക്കപ്പെടാത്തവയായതിനാൽ ഭൂമിയിൽ ഈ വിഭവങ്ങൾ ശുഷ്കമായി കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ എടുക്കും തോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഈ സാധനം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, കൂടാതെ ഇത്തരം ഇന്ധനങ്ങൾ കത്തിക്കുന്നത് വൻതോതിൽ പരിസ്ഥിതി മലിനീകരണവും സൃഷ്ടിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ വാഹന പുക പരിശോധനയൊക്കെ പറയത്തില്ലേ, അതുപോലെ ഓരോ ഈ ഫാക്ടറികളിൽ നിന്നും പുറത്തു വരുന്ന പുകയുടെ അളവിലും ഒക്കെ ഉണ്ട്, കണക്കുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ ഇന്ധനങ്ങൾ കത്തുന്നത് മൂലം അന്തരീക്ഷ മലിനമാകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നമുക്ക് ഈ ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ വായു മലിനീകരണം ഉള്ളത്. കാരണം ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളതും ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഉള്ള ഒരു വാഹനങ്ങൾ ഏറ്റവും കൂടുതലുള്ള സിറ്റി എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും അവിടെ പോപ്പുലേഷൻ കൂടുതലാണ്. ആ സ്ഥലം ചെറിയ പ്രദേശത്ത് ഹൈ പോപ്പുലേഷനാണ്. അപ്പോൾ അത്രയും ആളുകൾക്ക് അതും ഒരു റീസണാണ്. അവരുടെ വാഹനങ്ങളുടെ ഉപയോഗം അതുപോലെ ഫാക്ടറികളുടെ ഇതുകൊണ്ടാണ് അവിടെ കൂടുതൽ വരുന്നത്, ഈ പുക മലിനീകരണം വരുന്നത്. മലിനീകരണം വന്ന് വായു നിലവാരം ഇടിഞ്ഞാൽ ഉടൻ തന്നെ അവർ എന്ത് പറയും? ഇങ്ങനെ ഈ വാഹനങ്ങൾ എന്ത് ചെയ്യരുത്, ഇപ്പോൾ നിരത്തിൽ ഇറക്കരുത്, അല്ലെങ്കിൽ വാഹനങ്ങൾ നിരത്തിൽ ഇറക്കാൻ വേണ്ടി അവർ റെസ്ട്രിക്ഷൻസ് കൊടുക്കുകയാണ് ആദ്യത്തെ ഘട്ടത്തിൽ ചെയ്യുന്നത്. അത്രയും അങ്ങ് പ്രശ്നം വരുമ്പോഴാണ് എന്ത് ചെയ്തത്? ഫുള്ള് സ്കൂളും എല്ലാം അങ്ങ് അടപ്പിക്കുന്നത്. കാര്യം വാഹനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഇന്ധനങ്ങൾ ഫോസിൽ ഇന്ധനങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പോഴാണ് നമ്മൾ ഈ വെഹിക്കിൾസിലോട്ടൊക്കെ മാറിയത്. അതുകൊണ്ട് നമുക്ക് കുറവാണെന്ന് പറയാം. മലിനീകരണം കുറയ്ക്കുന്ന ഒരു ഫാക്ടറാണ് ഈ ട്രാൻസ്പോർട്ടേഷൻസ്. അതിൽ നമുക്ക് ബെനിഫിറ്റും ഉണ്ട്. ഈ പറയുന്ന പെട്രോളിനും ഡീസലിനും എന്നും വില കൂടിക്കൊണ്ടിരിക്കുമല്ലേ. അത് എമൗണ്ട് കുറവാണ്, മീൻസ് നമുക്കിനി മൈൻ ചെയ്തെടുക്കാൻ ഇല്ല. അതുകൊണ്ടാണ് അതിൻ്റെ വില ഇത്രയും അങ്ങ് കൂടി ഇതായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം ഇന്ധനങ്ങൾ കത്തിക്കുന്നത് കൊണ്ട് വൻതോതിൽ ഉണ്ടാകുന്നുണ്ട്? പരിസ്ഥിതി മലിനീകരണം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇതിന് ബദലായി നാം ഇന്ന് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ വ്യാപകമായി ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, വേലിയോർജ്ജം, വാതകം എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. അപ്പോൾ നമ്മൾ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും ഇതിനകത്ത്? സൗരോർജ്ജമുണ്ട്, കാറ്റിൽ നിന്നുള്ള ഊർജ്ജമുണ്ട്, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, വേലിയോർജ്ജം, അതുപോലെ ജൈവവാതകം. ഓക്കെ, ജൈവവാതകം എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. ഈ വേലിയോർജ്ജം എന്ന് പറയുമ്പോഴത്തേക്ക് വേലിയേറ്റവും വേലിയിറക്കവും ഇല്ലേടെ, അത് നല്ല രീതിയിൽ വേലിയേറ്റം, അതായത് ഒരു ലിമിറ്റ് കൂടുതൽ. ഈ വേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് ഒരു പ്രദേശമാണെങ്കിൽ ഇത് കടൽ തിരമാല ചില സമയങ്ങളിൽ എന്ത് ചെയ്യും? അതിൻ്റെ ലെവല് കൂടി വരും. ഒരു സെക്ഷൻ കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? തിരിച്ചിറങ്ങിപ്പോവും. അത് ആ ലെവൽ ഒരു നിശ്ചിത അളവിൽ കൂടുതലാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ വേലിയോർജ്ജം ഉപയോഗിച്ച് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചെടുക്കാം, ഊർജ്ജം ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അത് എല്ലായിടത്തും പോസിബിൾ അല്ല, കുറവാണ്. പക്ഷേ അങ്ങനെ ഉള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഈ സ്രോതസ്സുകൾ ഇന്ത്യയിൽ ഏറെ പ്രാമുഖ്യം നൽകി വരുന്നു. അതായത് നമ്മളിപ്പോൾ പുരപ്പുറ സോളാർ പദ്ധതിയോ അങ്ങനെ എന്തോ ഒരു പദ്ധതി വന്ന് അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം നടക്കുവാണ്. അതായത് ഒരു എത്ര എമൗണ്ട് വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നല്ല രീതിക്ക് വൈദ്യുതി വേണ്ട ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പറയുന്ന പുരപ്പുറ സോളാർ യൂസ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അവർക്കും എടുക്കാം. എന്ത് ചെയ്യാം? ബാലൻസ് വല്ല വൈദ്യുതി ഉണ്ടെങ്കിൽ അത് KSEBിക്കും കൊടുക്കാം. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് വൈദ്യുതി അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ ഫുൾ ടൈം മഴയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? അത് പ്രശ്നമാവും. അതൊന്നും നമുക്ക് വൈദ്യുതി കിട്ടത്തില്ല. അങ്ങനെ ഇതുണ്ട്. അതിന് ലിമിറ്റേഷൻസും ഉണ്ട്. അത് മെറിറ്റും ഡീമെറിറ്റും വരുമല്ലോ എല്ലാത്തിനും. അത് അങ്ങനെയുള്ളൊരു സംഭവമാണത്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഇതിനെന്താണ് വളരെ പ്രാമുഖ്യമുള്ളൊരു പരിപാടിയാണ്
പുരപ്പുറ സോളാർ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതിയുണ്ട്, അത് പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്, അതുവരെയാണ്. അതായത് നമ്മൾ ആ പറഞ്ഞ ഊർജ്ജവുമായി ബന്ധപ്പെട്ട മേഖല പറഞ്ഞ് അവിടെ വെച്ചങ്ങ് എൻഡ് ചെയ്യുവാണ്. പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് ഓരോ മേഖലയിലാണ്. ഈ പറഞ്ഞ ഗതാഗത മേഖലയിൽ, അതുപോലെ തന്നെ മറ്റ് പല മേഖലയിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഊർജ്ജം ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് ഈ നമ്മുടെ വികസനത്തിനും ഈ പറയുന്ന മേഖലകളുടെ വികസനം ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഹൈവേ ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതുപോലെ റെയിൽ വികസനം, എന്താണ് മെട്രോ, മറ്റേ എന്താണ് വന്ദേ ഭാരത്, അതുപോലെ മെട്രോ റെയിൽ, അതുപോലെ കപ്പൽ ഗതാഗതം ഇതാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തുറമുഖങ്ങൾ വികസനം നടത്തുന്നുണ്ട്. അതുപോലെ എന്താണ് ജലപാതകളുടെ കാര്യം, അതെല്ലാം വരുന്ന സെക്ഷനാണ് ഇനി പറയാൻ പോകുന്നത്. കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പോൾ ഗതാഗതത്തെ പറ്റി നോക്കാം. ചിത്രം ശ്രദ്ധിക്കൂ. വൈവിധ്യമാർന്ന ഈ ഗതാഗത മാർഗങ്ങൾ രാജ്യ പുരോഗതിയെ എപ്രകാരമാണ് സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് റോഡ് ഗതാഗതമുണ്ട്, റെയിൽ ഗതാഗതമുണ്ട്, വിമാനമാർഗം, വ്യോമ ഗതാഗതമുണ്ട്, കപ്പൽ വഴിയുള്ളതുണ്ട്, പിന്നെന്താണ് കായൽ, അങ്ങനെയുള്ള പ്രദേശങ്ങളിലുള്ള ജലഗതാഗത മാർഗങ്ങളുണ്ട്. അപ്പോൾ ഉൽപാദന മേഖലയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉറപ്പാക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് ആവശ്യാനുസരണം എത്തിക്കുന്നതിനും കാര്യക്ഷമമായ ഗതാഗത വ്യവസ്ഥ അനിവാര്യമാണ്. അപ്പോൾ എന്താണ്, നമുക്ക് ഉൽപാദന മേഖലയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഈ പറയുന്ന ഗതാഗതം എന്ന് പറയുന്നത്. അതായത് ഇപ്പം ആന്ധ്രയിൽ നിന്നുള്ള അരി നമുക്ക് കേരളത്തിലോട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ നിന്ന് വണ്ടി ഇങ്ങോട്ട് വരണം. അപ്പോൾ ഗതാഗത മാർഗം വേണം. അതാണ് പറയുന്നത്. അസംസ്കൃത വസ്തുക്കൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഒരു അസംസ്കൃത വസ്തു കൊണ്ടു ചെന്ന് ആ ഫാക്ടറിയിൽ എത്തിച്ചാലേ അവിടെ എന്ത് ചെയ്യത്തുള്ളൂ, ഉൽപ്പാദനം നടന്ന് പ്രോഡക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ അടുത്തേക്ക് എത്തത്തുള്ളൂ. നമ്മുടെ കയ്യിലേക്ക് അത് ആ ഉൽപ്പന്നത്തെ എത്തിക്കുന്നതിനും എന്ത് വേണം, ഗതാഗതം വേണം. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പാദന മേഖലയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉറപ്പാക്കുന്നതിനും അവർക്ക് ആ സാധനം അവിടെ കൊണ്ടെത്തിക്കണം. അതുപോലെ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് ആവശ്യാനുസരണം എത്തിക്കുന്നതിനും കാര്യക്ഷമമായ ഗതാഗത വ്യവസ്ഥ അനിവാര്യമാണ്. ഗതാഗത സൗകര്യം ഉണ്ടെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ, വല്ലതും നടക്കത്തുള്ളൂ. ഓരോ പ്രദേശത്തിൻ്റെയും ഭൗതിക സാഹചര്യങ്ങളും ഇണങ്ങും വിധമാണ് ഗതാഗത മാർഗങ്ങൾ എന്ത് ചെയ്തത്, കണ്ടെത്തുന്നത്. അപ്പോൾ ഓരോ പ്രദേശത്തും ഓരോ രീതിക്കുള്ള എന്തായിരിക്കും, ഗതാഗത മാർഗമായിരിക്കും യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അല്ല, ആദ്യത്തെ ഐറ്റം ഏതാണ്, റോഡ് ഗതാഗതമാണ്. റോഡ് വഴിയുള്ള ഗതാഗതം രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന ഗ്രാമങ്ങളും നഗരങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാന മാർഗം റോഡ് ഗതാഗത മാർഗമാണ്. അതായത് ഒരുപാട് റോഡുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയാം. അങ്ങനെ എന്തോ പറയുമല്ലോ, റോഡ് ശൃംഖലയിൽ എത്രാമത്തേതാണ് നമ്മൾ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. സെക്കൻഡ് ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്കാണ് ഇന്ത്യ എന്ന് പറയുന്നത്, ആഫ്റ്റർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിത്ത് കിലോമീറ്റേഴ്സ്. ഇന്ത്യയിൽ അത് രണ്ടാമത്തെ ഏറ്റവും ലോങ്ങസ്റ്റ്, അതായത് ഏറ്റവും കൂടുതൽ റോഡ് നെറ്റ്വർക്ക് ഉള്ള ഒരു രാജ്യം, രണ്ടാമത്തെ ആണ് ഇന്ത്യ. റോഡ് നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കി. ഓക്കെ, ഇനി നമുക്ക് റോഡ് ട്രാൻസ്പോർട്ടാണ് ബാക്കി നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ റോഡ് രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന ഗ്രാമങ്ങളെയും നഗരങ്ങളെയും പരസ്പരം ബന്ധിക്കുന്ന ഏറ്റവും പ്രധാന മാർഗം റോഡ് ഗതാഗതമാണ്. റോഡ് ശൃംഖലയിൽ ഇന്ത്യ എത്രാമതാണ്? ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ്. ഓക്കെ, രണ്ടാം സ്ഥാനം. ഓക്കെ, ഇനി നിർവഹണ സംവിധാനങ്ങൾ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ റോഡുകളെ വർഗീകരിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആര് നിർമ്മിക്കുന്നു, അതിൻ്റെ ആ നിർമ്മാണവും നിർവഹണവും ആരാണ് നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ ആ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ത്യയിലെ റോഡുകളെ 4 ആയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണത്? ദേശീയ പാതകൾ, സംസ്ഥാന ഹൈവേകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ. ദേശീയപാത എന്ന് പറയുമ്പോൾ നാഷണൽ ഹൈവേസ് ആണ്. രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ എന്നിവ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് എന്ന് പറയുന്നത് ദേശീയപാതകൾ എന്ന് പറയുന്നത്. ഈ റോഡുകളുടെ നിർവഹണ ചുമതല ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. അപ്പോൾ ഇത് തലസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാറുണ്ട്, പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നുണ്ട്, തുറമുഖങ്ങൾ, അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള സിറ്റീസിനെ ഒക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ദേശീയപാതകൾ എന്ന് പറയുന്നത്. അത് നിർമ്മാണ ചുമതല ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. ഇനി സംസ്ഥാന ഹൈവേകൾ എന്നാണ് പറയുന്നത്. അതെന്താണ്? സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ തലസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് സംസ്ഥാന ഹൈവേകൾ. ഏതൊക്കെയാണ്? സംസ്ഥാനത്തിന് ഒരു തലസ്ഥാനം കാണാം, അതിനെ ജില്ലാ തലസ്ഥാനങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്ത് പോകുന്ന റോഡുകളെയാണ് സംസ്ഥാന ഹൈവേകൾ എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ഹൈവേസ്.
അത് ഈ റോഡുകളുടെ നിർവഹണ ചുമതല ആർക്കാണ്? സംസ്ഥാന സർക്കാരുകൾക്കാണ്. അപ്പോൾ നാഷണൽ ഹൈവേസ് NH എന്നാണ് പറയുന്നത്. സംസ്ഥാന ഹൈവേ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഹൈവേ SH ആണ്. ഓക്കെ, ജില്ലാ റോഡുകൾ എന്ന് പറയുമ്പോൾ ജില്ലാ റോഡുകൾ. അടുത്തത് ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ജില്ലാ റോഡുകൾ എന്ന് പറയുന്നത്. ഈ റോഡുകൾ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും ജില്ലാ പഞ്ചായത്തുകളാണ്. അപ്പോൾ ജില്ലയുടെ ആസ്ഥാനത്തെ എങ്ങോട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നു? ജില്ലയിലെ പ്രധാന പ്രദേശങ്ങളുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്നതാണെങ്കിൽ അതിനെ നമ്മൾ ജില്ലാ റോഡെന്ന് വിളിക്കും. അതിൻ്റെ ആളാരാണ്? അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ ആ റോഡ് നിർമ്മിക്കുന്നത് പരിപാലിക്കുന്നത് ആരാണ്? ജില്ലാ പഞ്ചായത്തുകളാണ്. ഇനി അടുത്തത് ഗ്രാമീണ റോഡുകളാണ്. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗ്രാമീണ റോഡുകൾ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഗ്രാമീണ റോഡുകളാണ്. അപ്പം മെയിനായിട്ടുള്ള ഹൈവേസ് കുറവാണ്. ഗ്രാമീണ റോഡുകൾ ഏകദേശം ഇന്ത്യയുടെ ടോട്ടൽ റോഡ് ശൃംഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 80% എന്താണെന്നാണ് പറയുന്നത്? ഗ്രാമീണ റോഡുകളാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണുള്ളത്. അപ്പോൾ ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കുന്നത് ആരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഈ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം നടത്തുന്നത്. അപ്പോൾ 4 ടൈപ്പ് ഓഫ് റോഡുകളാണ് നമുക്കുള്ളത്. ഒന്ന് ദേശീയപാതകൾ, പിന്നെ സംസ്ഥാന പാതകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ. ദേശീയപാത എന്ന് പറയുമ്പോഴത്തേക്ക് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുക, പ്രധാന നഗരങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുക, തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ബന്ധപ്പെടൽ, അതായത് മെയിനായിട്ടുള്ള തലസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുക, അതൊക്കെയാണ് എന്ത് ചെയ്തേക്കുന്നത്? ഈ പറയുന്ന ദേശീയപാതകൾ ചെയ്യുന്നത്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. സംസ്ഥാന ഹൈവേ എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനവും ജില്ലയുടെ ആസ്ഥാനങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നു? ബന്ധിപ്പിക്കുന്നു. ജില്ലയുടെ ഒരു മെയിൻ പോയിന്റ് കാണുമല്ലോ, എല്ലാ ജില്ലയ്ക്കും ഒരു ആസ്ഥാനം കാണുമല്ലോ, ആ ഒരു ആസ്ഥാനമായിട്ട് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്ന റോഡുകളെയാണ് സംസ്ഥാന ഹൈവേകൾ എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരാണ് അതിൻ്റെ ഉത്തരവാദിത്വം കംപ്ലീറ്റ്. ഇനി ജില്ലാ റോഡ് എന്ന് പറയുമ്പോൾ ഓരോ ജില്ലയുടെ ആസ്ഥാനവും ആ ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ജില്ലാ റോഡുകൾ. ജില്ലാ പഞ്ചായത്താണ് അതിൻ്റെ അധികാരം കംപ്ലീറ്റ് വരുന്നത്. ഇനി ഗ്രാമീണ റോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രാമങ്ങളിൽ ആഭ്യന്തര സഞ്ചാരത്തിന് വേണ്ടിയിട്ട് ഉറപ്പാക്കുന്ന റോഡുകളാണ് ഇന്ത്യയിൽ കൂടുതലും ഉള്ളത്. എന്താണ്? ഗ്രാമീണ റോഡുകളാണ്. അതിൻ്റെ ചുമതല ഉള്ളത് ആർക്കാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് അതിൻ്റെ ചുമതല കംപ്ലീറ്റ് വരുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അടുത്ത എന്തുവാണ്? അടുത്ത നോക്കാം. ഇന്ത്യയിലെ മെഗാ നഗരങ്ങളായിട്ടുള്ള ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വഴി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ജോയിൻ ചെയ്തേക്കുന്നത്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. മാപ്പ് ഉണ്ടോ എന്തോ? ഒരു മിനിറ്റ് ഗൈസ്. മാപ്പില്ലല്ലോ. അപ്പം ഈ പറയുന്ന ഗോൾഡൻ ക്വാഡ്രാങ്കിൾ സൂപ്പർ ഹൈവേ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്നുള്ളത് തപ്പി നോക്കട്ടെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുവാണ്? ഇന്ത്യയിലെ മെഗാ നഗരങ്ങളായിട്ടുള്ള ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വരി പാതകളുണ്ട്. അതിനെ നമ്മൾ സൂപ്പർ ഹൈവേസ് എന്നാണ് പറയുന്നത്. ആ 6 വരി പാതകളെ ചേർത്ത് കൊണ്ട് പറയുന്നതാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഈ റോഡുകളുടെ ചുമതല വഹിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു സംഭവമാണ് ഇത്. അതായത് ദ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സുവർണ ചതുഷ്കോണം, അങ്ങനെയല്ലേ? ചതുഷ്കോണം എന്നല്ലേ പറഞ്ഞത്? ചതുഷ്കോണ എന്താണ്? സൂപ്പർ ഹൈവേ, സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ, അതിൻ്റെതാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ സൂപ്പർ ഹൈവേ. ദ നാഷണൽ ഹൈവേ നെറ്റ്വർക്ക് ഇൻ ഇന്ത്യ ദാറ്റ് കണക്ട് 4 മേജർ മെട്രോപൊളിറ്റൻ സിറ്റീസ് ഇൻ ഡൽഹി, മുംബൈ, ചെന്നൈ ആൻഡ് കൊൽക്കത്ത. ഇറ്റ് ഫോംസ് എ ക്വാഡ്രിലാറ്ററൽ ഷേപ്പ്. ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 4 വശമുള്ള ഒരു രൂപമാണ്. അതിനെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഇതിന് 4 വശം കാണും. ഓക്കെ, അതിൽ ഇവിടെ ഡൽഹി ആയിരിക്കും. അതുപോലെ അടുത്ത പിന്നെ പറഞ്ഞേക്കുന്നത് മുംബൈ ആണ്. മുംബൈ ഈ ഭാഗത്താണ് മുംബൈ. പിന്നെ ഇവിടെ കൊൽക്കത്ത, ഇത് ചെന്നൈ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇതിലായിരിക്കും പോകുന്നത്. മാപ്പ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇതാണ്ട് ഇങ്ങനെ വരും. കണ്ടോ? ഇത് ഡൽഹി, ഇവിടെ മുംബൈ,
ചെന്നൈ, കൊൽക്കത്ത. ഇത് നമ്മൾ കറക്റ്റ് സ്റ്റേറ്റ് വരച്ചു കഴിഞ്ഞാൽ അതൊരു എന്തായിരിക്കും, 4 സൈഡുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ദ GQ ഈസ് എ പാർട്ട് ഓഫ് ദ ലാർജർ നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആൻഡ് എയിംസ് ടു ഇംപ്രൂവ് കണക്ടിവിറ്റി ആൻഡ് റിഡ്യൂസ് ട്രാവൽ ടൈം ബിറ്റ്വീൻ ദീസ് മേജർ അർബൻ സെന്റേഴ്സ്. അതായത് ഇതൊരു പ്രധാന 4 നഗരങ്ങളാണ്. അപ്പോൾ ഈ നഗരങ്ങളിലേക്കുള്ള ഗതാഗതം കുറേ കൂടെ സ്പീഡിൽ പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇത്തരത്തിലൊരു 6 വരി പാത ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ആർക്കാണെന്ന് പറയുന്നുണ്ട്, നാഷണൽ ഹൈവേ സൊസൈറ്റിക്കാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് അതന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഈ പറയുന്ന സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേയുടെ ചുമതല തന്നിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് ഈ പറയുന്ന ഡൽഹി, മുംബൈ, അതുപോലെ കൊൽക്കത്ത, ചെന്നൈ എന്നിവയെ കണക്ട് ചെയ്തുകൊണ്ടാണ് എന്ത് വരുന്നത്, ഈ പറയുന്ന പാത 6 വരി പാത വരുന്നത്. അതിനെയാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് വിളിക്കുന്നത്. ഇനി ഇന്ത്യയിൽ എല്ലായിടത്തും റോഡ് സാന്ദ്രത ഒരുപോലെ അല്ല. എല്ലായിടത്തും ഒരുപോലെ ആണോ? അരുണാചൽ പ്രദേശിലൊക്കെ ഒരുപാട് റോഡുണ്ടോ? ഇല്ല. അത് പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയും അതുപോലെ സാമ്പത്തിക വികസന തലവുമാണ് മുഖ്യമായി റോഡ് ശൃംഖലയുടെ വികസന തോത് നിർണ്ണയിക്കുന്നത്. ഒരു ഗ്രാമപ്രദേശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ റോഡ് കുറവായിരിക്കും. നഗരങ്ങളിൽ വരുമ്പോൾ നല്ല രീതിക്കാണ്. ഒരു മെട്രോ നഗരമൊക്കെ, മെട്രോ സിറ്റിയൊക്കെ ആണെങ്കിൽ കുറേ കൂടെ അധികമായിരിക്കും റോഡുകൾ. അതുപോലെ പ്രകൃതി, ഈ പറഞ്ഞ ഭൂപ്രകൃതി ഒരു മാറ്ററാണ്. ഈ നമ്മൾ അരുണാചൽ പ്രദേശിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് റോഡ് വരത്തില്ല. അവിടെ ഗ്രാമീണ ഹൈവേകൾ മീൻസ് ഗ്രാമീണ റോഡുകളാണുള്ളത്. കൂടുതൽ സൂപ്പർ ഹൈവേസ് ഒന്നും അങ്ങോട്ട് വരത്തില്ല. കാര്യം അവിടെ കൂടുതലും എന്താണ്, ജനവാസം തന്നെ കുറവാണ്. അവിടെ കൂടുതൽ കാടുള്ള ഒരു ഏരിയയാണ്. അതുപോലെ നമ്മൾ രാജസ്ഥാനിലോട്ട് വരുന്നത്, അവിടെ മരുഭൂമി പ്രദേശമാണ്. അവിടെ എന്ത് ചെയ്യത്തില്ല, ഒരുപാട് റോഡ് വരത്തില്ല. റോഡിൻ്റെ അളവ് എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ വരും. ഭൂപ്രകൃതി ബേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലായിടത്തും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റോഡ് ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അടുത്ത എന്തുവാണ്, റെയിൽ ഗതാഗതമാണ് പറയുന്നത്. അടുത്ത കണ്ടീഷൻ റെയിൽ. ഓക്കെ, ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയാണ് ഏത്, ഇന്ത്യയിലേതാണെന്നാണ് പറയുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം കൂടിയാണ് എന്ത്, ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. ഒരു പൊതുമേഖലാ സംരംഭമാണ് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭമാണ് ഇന്ത്യൻ റെയിൽവേ. സഞ്ചാരത്തിനും ചരക്ക് ഗതാഗതത്തിനും ഒരുപോലെ പ്രധാനമാണ് റെയിൽ ഗതാഗതം എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് അതിനകത്ത് തന്നെ എന്താണ്, ഗുഡ്സ് കൊണ്ടുപോകുന്ന സാധനങ്ങളുണ്ട്. അതായത് നമുക്ക് സാധനങ്ങൾ പാഴ്സലായിട്ടുള്ളത് അയക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള പാഴ്സൽ ഡെലിവറി സർവീസസും എന്ത് നടത്തുന്നുണ്ട്, റെയിൽവേ നടത്തുന്നുണ്ട്. അപ്പോൾ ചരക്ക് ഗതാഗതത്തിനും സഞ്ചാരത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന റെയിൽ ഗതാഗതം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ വ്യാവസായിക വളർച്ചയിൽ നിർണായക സ്ഥാനമാണ് റെയിൽവേക്കുള്ളത്. അത് ഓർമ്മയുണ്ടോടെ, നമ്മുടെ ഇവിടെ ബ്രിട്ടീഷുകാർ വന്നിട്ട്, നമ്മൾ ഇതിന് മുമ്പുള്ള ഹിസ്റ്ററി ചാപ്റ്റർ പഠിച്ചതാണ്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എത്തിയിട്ട് അവരിവിടെ റോഡുകൾ ഉണ്ടാക്കി, റെയിൽപാത ഉണ്ടാക്കി. എന്തിനു വേണ്ടിയാണ്? അവർക്ക് ഈ ഗ്രാമങ്ങളിൽ വരെ കടന്നു ചെല്ലണം, അവരുടെ ഉൽപ്പന്നങ്ങൾ ഗ്രാമങ്ങളിൽ വരെ എത്തിക്കണം, ഗ്രാമങ്ങളിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഫുള്ള് അവർക്ക് ലൂട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്, ഈ റെയിൽപാത ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്രയും അങ്ങ് എന്ത് ചെയ്യുന്നു, അപ്പോൾ അവരിവിടെ വ്യവസായമാണ് നടത്തിയത്. നമ്മുടെ അസംസ്കൃത വസ്തുക്കൾ എടുത്ത് നമ്മുടെ ഭൂമിയിൽ അവർ എന്താണ് ഫാക്ടറി ഉണ്ടാക്കി, അവർ പുതിയ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി നമ്മുടെ തലയിൽ തന്നെ അടിച്ചേൽപ്പിക്കുന്ന പരിപാടിയാണ് നടത്തിയത്. ഇപ്പോൾ ഇത് എന്താ, ഇന്ത്യയുടെ വ്യാവസായം എടുത്ത് നോക്കിയാലും അവിടെ ഈ പറയുന്ന റെയിൽവേക്ക് നല്ല പങ്കുണ്ട്. അതായത് ഈ പറയുന്ന ചരക്ക് നീക്കത്തിനും അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ റെയിൽവേ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സാധനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടുന്നിടത്ത് എത്തുന്നുണ്ട്. അതിന് ഈ റെയിൽവേ ഒരു വലിയ രീതിക്കുള്ള പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. 1853 എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിലാണ്. മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെ നീളുന്ന 34 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു തുടക്കം. അപ്പോൾ ആദ്യത്തെ റെയിൽവേ പാതയുടെ കാര്യമാണ് പറയുന്നത്. മുംബൈ മുതൽ താനെ വരെ എത്ര ലെങ്ത് ഉണ്ട് അതിന്, 34 കിലോമീറ്റർ ദൂരമുള്ള ഒരു റെയിൽവേ ലൈനായിരുന്നു. നിർവഹണത്തിനായി ഇന്ത്യൻ റെയിൽവേ 16 മേഖലകളായി എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. 16 മേഖലകളുണ്ട്, സൗത്ത് നോർത്ത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തിരിച്ചു മറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ 16 മേഖലകളായി തിരിച്ചാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഭരണം നടക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1853 ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ ഗതാഗതം ആരംഭിക്കുന്നത്. അത് എവിടെ തൊട്ടാണ്, മുംബൈ മുതൽ താനെ വരെയാണ്. മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെ നീളുന്നതാണ് 34 കിലോമീറ്റർ നീളമുള്ള ആ ഒരു റെയിൽ പാത. ഓക്കെ, ഇനി നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. പാളങ്ങൾ തമ്മിലുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേയുടെ വർഗീകരണം ഇങ്ങനെയാണ്. അപ്പം റെയിൽവേ നമ്മൾ 3ആയിട്ടാണ് കാറ്റഗറി ചെയ്യുന്നത്. ഒന്ന് ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ്. ഓക്കെ, അതെങ്ങനെയാണ്? പാളങ്ങൾ തമ്മിലുള്ള അകലമുണ്ട്, 2 പാളമാണല്ലോ ഉള്ളത്. ഈ 2 പാളങ്ങൾ തമ്മിലുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റെയിൽവേയെ കാറ്റഗറി ചെയ്യുന്നത്. ബ്രോഡ് ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാളങ്ങൾ തമ്മിലുള്ള അകലം എത്രയായിരിക്കും? 1.676 മീറ്റർ ആണ്. അതായത് ഈ ഡിസ്റ്റൻസ് 1 മീറ്റർ കൂടുതലുണ്ട്. 1.6 അതായത് എന്ന് പറയുമ്പോൾ 1.5 മീറ്റർ കൂടുതലുണ്ടെന്ന് പറയാം. 1.6
6 മീറ്റർ ആണെങ്കിൽ അത് എന്താണ്? ബ്രോഡ് ഗേജ് ആണ്. ഓക്കെ, അത് ഇന്ത്യയിലെ ആനുപാതിക ദൈർഘ്യം. ഈ ബ്രോഡ് ഗേജ് ഇന്ത്യയിൽ ഏകദേശം 74% ബ്രോഡ് ഗേജ് ആണ് ഉള്ളത്. പിന്നെ അടുത്തത് മീറ്റർ ഗേജ് എന്നാണ് പറയുന്നത്. അതായത് ദൈർഘ്യം 1 മീറ്റർ ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? മീറ്റർ ഗേജ് എന്ന് വിളിക്കും. 2 പാളങ്ങൾ തമ്മിലുള്ള അകലം 1 മീറ്റർ ആണെങ്കിൽ അതിനെ മീറ്റർ ഗേജ് എന്ന് വിളിക്കും. ഏകദേശം 21% എന്താണ് ഇന്ത്യയിൽ? ഈ പാതയാണ് ഉള്ളത്. അടുത്തത് നാരോ ഗേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന 1 മീറ്ററിനെക്കാട്ടിയും കുറവാണെങ്കിൽ അതിനെ നാരോ ഗേജ് എന്ന് വിളിക്കാം. 0.762 മീറ്റർ അല്ലെങ്കിൽ 0.610 മീറ്റർ എന്ന് പറയുമ്പോൾ 1 മീറ്ററിൽ കുറവാണ്. ആ 1 മീറ്ററിൽ കുറവാണെങ്കിൽ അതിനെ നമുക്ക് നാരോ ഗേജ് എന്ന് വിളിക്കാം. അപ്പോൾ 1.5 മീറ്ററിൽ കൂടുതലാണ് അല്ലെങ്കിൽ 1.676 എക്സാക്ട് ആ വാല്യൂ ആണെങ്കിൽ അതിനെ ബ്രോഡ് ഗേജ് എന്ന് വിളിക്കാം. 1 മീറ്റർ ആണെങ്കിൽ മീറ്റർ ഗേജ്. നാരോ ഗേജ് എന്ന് പറയുമ്പോൾ 1 മീറ്ററെക്കാട്ടി കുറവ്. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതലുള്ളത് ബ്രോഡ് ഗേജ് ആണ്. 74% ഇന്ത്യയിലെ ദൈർഘ്യം മീൻസ് ഈ പറയുന്ന ഇന്ത്യയിലൂടെ പോകുന്ന റെയിൽപാതകളിൽ 74% എന്താണ്? ബ്രോഡ് ഗേജ് ആണ്. പിന്നെ ഉള്ളത് മീറ്റർ ഗേജ് 21%, 5% മാത്രമേ എന്തുള്ളൂ? നാരോ ഗേജ് ഉള്ളൂ. ഇനി മീറ്റർ ഗേജ്, നാരോ ഗേജ് പാതകളെ ബ്രോഡ് ഗേജ് ആക്കി മാറ്റുന്നതിനുള്ള കർമ്മ പരിപാടികൾ റെയിൽവേ ത്വരിതഗതിയിൽ നടത്തി വരുന്നു. അതായത് റെയിൽവേ വികസനം ഉണ്ടല്ലോ, ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഓക്കെ, ആവി എഞ്ചിനുകൾ പൂർണ്ണമായും മാറ്റി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക്കൽ എഞ്ചിനുകളുമാക്കി മാറ്റിയിട്ടുണ്ട്. അത് ആദ്യം നമുക്ക് ആവി എഞ്ചിനുള്ള ട്രെയിനായിരുന്നു. പിന്നീട് അത് എന്തായി? ഡീസൽ എഞ്ചിനായി. പിന്നെ എന്താണ് അത് കഴിഞ്ഞ് ഇപ്പം എന്താണ്? ഇപ്പം ഇലക്ട്രിക്കൽ ട്രെയിനാണ് നമ്മൾ ഈ എഞ്ചിനുള്ള ട്രെയിനാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് മെട്രോ റെയിൽ പദ്ധതി എന്ത് ചെയ്തിട്ടുണ്ട്? നടപ്പിലാക്കി വരുന്നുണ്ട്. മെട്രോ റെയിലുണ്ട്, അതുപോലെ വന്ദേ ഭാരത് ഉണ്ട്, അതുപോലെ തന്നെ നമോ ഭാരത് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക കാറ്റഗറി വേറെ ട്രെയിനുണ്ട്. അങ്ങനെ കാറ്റഗറി ചെയ്ത് പല രീതിയിലുള്ള ട്രെയിനുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓടുന്നുണ്ട്. പക്ഷെ ഒന്നും സമയത്തല്ലെന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത എന്തുവാണ്? ഈ സൈഡിൽ കൊങ്കൺ റെയിൽവേ പറയുന്നുണ്ട്. കൊങ്കൺ റെയിൽവേ എന്താണ്? 1998 നിർമ്മാണം പൂർത്തീകരിച്ച കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച നേട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. അപ്പം നിർമ്മാണം പൂർത്തീകരിച്ചത് എന്നാണ് 1998 നിർമ്മാണം പൂർത്തീകരിച്ച കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച നേട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ 760 കിലോമീറ്റർ ആണ് ആകെ നീളം. അപ്പം കൊങ്കൺ റെയിൽവേയുടെ ലെങ്ത് ആണ് പറയുന്നത്. 760 കിലോമീറ്റർ ആണ് നീളം. എവിടെ തൊട്ടാണ് തുടങ്ങുന്നത്? മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ നീണ്ടു കിടക്കുന്ന 760 കിലോമീറ്റർ നീളമുള്ള റെയിൽപാതയാണ് ഈ കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത്. സഞ്ചാരപാതയിൽ 146 നദികൾ പിന്നിടുന്ന ഈ പാതയിൽ ഏകദേശം 2000 പാലങ്ങളും 91 തുരങ്കങ്ങളും ഉണ്ട്. അപ്പോൾ ഈ കൊങ്കൺ റെയിൽവേ പാതയുടെ പ്രത്യേകതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ കാലവർഷക്കെടുതി പ്രളയമൊക്കെ വരുന്ന സമയത്ത് മിക്കവാറും ഈ കൊങ്കൺ റെയിൽവേ ആ ഒരു മേഖലയെ ഇത് അഫക്റ്റ് ചെയ്യും. കാര്യം അതിന് ഇത്രയും നദികളും ഉണ്ട്, അതുപോലെ തുരങ്കങ്ങളാണ്. അവിടെ ഏതെങ്കിലും മലയൊക്കെ ഇടിഞ്ഞു വീണ് എന്ത് ചെയ്യും? ആ റെയിൽ ഗതാഗത മാർഗത്തെ അത് മുടക്കും. അതുകൊണ്ട് മിക്കവാറും ഈ സമയം വരുമ്പോൾ എന്തെങ്കിലും ഒരു ന്യൂസ് ഈ കൊങ്കൺ റെയിൽവേയുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. അപ്പോൾ 146 നദികളും അതുപോലെ 2000-ഓളം പാലങ്ങളും ഉണ്ട് ഇതിനകത്ത്. അതായത് നദികളുണ്ടെന്ന് പറഞ്ഞാൽ നദികൾ കടന്നാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന റെയിൽവേ പാത പോകുന്നത്. അതുപോലെ 2000 പാലങ്ങളും 91 തുരങ്കങ്ങളും ഉണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ തുരങ്കം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പറയുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ കൊങ്കൺ റെയിൽവേയിലാണ് വരുന്നത്. ഇവിടെയാണ്. അതൊരു 6.5 കിലോമീറ്ററോളം വരും. അതിൻ്റെ ലെങ്താണ്, ഏറ്റവും വലിയ റെയിൽ തുരങ്കത്തിൻ്റെ ലെങ്താണ് 6.5 കിലോമീറ്റർ എന്ന് പറയുന്നത്. മഹാരാഷ്ട്ര, ഗോവ, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിൽ ഈ സംരംഭത്തിൻ്റെ പങ്കാളികളാണ്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളോട് കൂടിയാണ് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ സഹായത്തോട് കൂടിയാണ് എന്ത് ചെയ്തേക്കുന്നത്? ഈ കൊങ്കൺ റെയിൽവേ ഉണ്ടാക്കിയിരിക്കുന്നത്. മഹാരാഷ്ട്ര, ഗോവ, കർണാടക. മഹാരാഷ്ട്ര തൊട്ട് കർണാടക വരെയാണ്. മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് അപ്പോൾ ഇതെന്ത് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്? കൊങ്കൺ റെയിൽവേ എന്നാണ് പറയുന്നത്. നിർമ്മാണം പൂർത്തീകരിച്ചത് 1998 എത്ര ലെങ്ത് ഉണ്ട്? 760 കിലോമീറ്റർ ലെങ്ത് ഉണ്ട്. ഓക്കെ, അടുത്ത എന്താണ്? ജലഗതാഗതത്തിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. മൂന്നാമത്തത് ജലഗതാഗതം. വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും യോജിച്ച മാർഗമാണ് ജലഗതാഗതം. അതായത് നമ്മളിപ്പോൾ കേട്ടിട്ടില്ലേടാ, ഇപ്പോൾ ഏതാ ഒരു വരുന്നതിൻ്റെ പേര് ഓർമ്മ വരുന്നില്ലല്ലേ. ഇപ്പോൾ ഈ ഇടയ്ക്ക് വിഴിഞ്ഞത്ത് ഒരു ചരക്ക് കപ്പൽ മുങ്ങിയായിരുന്നു. ഒന്നല്ല, 2 ഒരെണ്ണം തീ പിടിച്ചു പോയി, ഒരെണ്ണം ചരിഞ്ഞ് മുങ്ങിയായിരുന്നു. അപ്പോൾ അതൊക്കെ
എൽസയോ അങ്ങനെ എന്തുവായിരുന്നു പേര്. അപ്പോൾ അത് എന്തുവാണ്, ചരക്ക് നീക്കത്തിനാണ്. അത്രയും കണ്ടെയ്നേഴ്സിൽ സാധനങ്ങളാണ് അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് എങ്ങോട്ടോ പോയിക്കൊണ്ടിരുന്ന വഴിക്കാണ് എന്ത് ചെയ്തതിന് അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ വൻതോതിൽ ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മാർഗം ജലഗതാഗതമാണ്. ഓക്കെ, ജലഗതാഗതത്തിന്റെ പൊതുവായ മേന്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ചെലവ് കുറഞ്ഞ ജലഗതാഗത മാർഗമാണ് ഈ പറയുന്നത്. ഏറ്റവും ചെലവ് കുറഞ്ഞത് ജലഗതാഗത മാർഗമാണ്. അതാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം എന്ന് പറയാം. വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഉചിതമാണ്. നമുക്ക് ഒരുപാടായിട്ട് എന്ത് ചെയ്യാൻ കൊണ്ടുപോകാം. ഓക്കെ, അതാണ് വലിയ വലിയ കാർഗോ ഷിപ്സ് ഒക്കെയാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തോട്ട് വരുന്നത്. അപ്പം അത്രയും എമൗണ്ട് സാധനങ്ങൾ ചരക്ക് നീക്കത്തിന് ഹെൽപ്ഫുൾ ആണ് ഈ പറയുന്ന ജലഗതാഗതം എന്ന് പറയുന്നത്. പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നില്ല. പരിസ്ഥിതി മലിനീകരണം എന്താണ്, കുറവാണ്. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചത് എന്താണ്, ഈ പറഞ്ഞ ജലഗതാഗതമാണ്. അതായത് നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും അങ്ങോട്ട് കയറ്റി അയക്കണം, വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലോട്ട് കയറ്റി അയക്കണമെങ്കിൽ ജലഗതാഗതമാണ് ബെറ്റർ എന്നാണ് പറയുന്നത്. വിമാനം വഴി എന്ത് ചെയ്യാം, കാർഗോ കൊണ്ടുപോകാം. പക്ഷെ എന്താണ്, അത് കുറേ കൂടെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഈ ജലഗതാഗതം അത്രയും എന്തില്ല, ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല, ചിലവ് കുറവാണ്, മലിനീകരണം കുറവാണ്, ഒരുപാട് സാധനം എന്ത് ചെയ്യാം, ചരക്ക് നീക്കത്തിന് ഹെൽപ്ഫുള്ളുമാണ്. ഓക്കെ, ജലഗതാഗതത്തെ പൊതുവെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഉൾനാടൻ ജലഗതാഗതവും ഒന്ന് സമുദ്ര ജലഗതാഗതവും. അപ്പോൾ രണ്ടായിട്ടോ ജലഗതാഗതത്തെ നമ്മൾ എന്ത് ചെയ്യും, രണ്ടായിട്ട് തിരിക്കും. ഒന്ന് ഉൾനാടൻ ജലഗതാഗതവും രണ്ട് സമുദ്ര ജലഗതാഗതവും. അപ്പം നദികൾ, കായലുകൾ, കനാലുകൾ തുടങ്ങിയ ജലാശയങ്ങളെ ആണ് ഉൾനാടൻ ജലഗതാഗതത്തിനായി ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഒരുപാട് നദികളുണ്ട്, കായലുകളുണ്ട്, കനാലുകളുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെയുള്ള ജലഗതാഗതത്തെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്, ഉൾനാടൻ ജലഗതാഗതത്തിനായി ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ താഴെ പറയുന്ന ജലാശയങ്ങളിലാണ് വൻതോതിൽ ഉൾനാടൻ ജലഗതാഗതത്തിനായി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ള ഉൾനാടൻ ജലഗതാഗത മാർഗങ്ങൾ അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന നദികൾ അല്ലെങ്കിൽ ജലാശയങ്ങൾ ഏതൊക്കെയെന്നാണ് താഴെ കൊടുത്തേക്കുന്നത്. ഏതൊക്കെയാണ്? ഗംഗ, ബ്രഹ്മപുത്ര നദികളും പോഷക നദികളും. പിന്നെ ഗംഗ, ബ്രഹ്മപുത്ര എന്ന് പറയുന്ന ഏത് നദികളാണെന്നടെ, അത് നമ്മുടെ എന്തായിരുന്നു, ഹിമാലയൻ നദികളാണ്. ഗംഗ, ബ്രഹ്മപുത്ര നദികളൊക്കെ ഹിമാലയൻ നദികളാണ്. പിന്നെ ഗോദാവരി, കൃഷ്ണ നദികളെന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ ഉപദ്വീപീയ നദികളാണ്. അത് രണ്ട് നദി ഏറ്റവും വലുതാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയതാണ് ഗോദാവരി. അത് കൃഷ്ണ എന്നീ നദികളിലും അതിൻ്റെ പോഷക നദികളും ഉപയോഗിക്കുന്നുണ്ട്. ആന്ധ്ര, തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാല് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ജലഗതാഗതത്തിന് ഉപയോഗിക്കാറുണ്ട്. ഗോവയിലെ മണ്ടോവി അതുപോലെ സുവാരി നദികൾ, ഗോവയിലെ മണ്ടോവി അതുപോലെ സുവാരി നദികൾ. കേരളത്തിലെ കായലുകൾ, ഇതൊക്കെ എന്താണ്, ഉൾനാടൻ ജലഗതാഗത മാർഗങ്ങളാണ്. ഓക്കെ, മീൻസ് ജലഗതാഗതത്തിനായി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഗംഗ, ബ്രഹ്മപുത്ര, ഗോദാവരി, കൃഷ്ണ. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് പ്രദേശങ്ങളിലെ ബക്കിംഗ്ഹാം കനാല്, ഗോവയിലെ മണ്ടോവി, സുവാരി നദികൾ, കേരളത്തിലെ കായലുകൾ, ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോക്സ് ആണിത്. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിലെ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. അതാണ് ഈ കൊടുത്തേക്കുന്നത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്നാണ് 1986 കുറച്ച് ഈ ഉൾനാടൻ ജലഗതാഗത മാർഗങ്ങളെ അല്ലെങ്കിൽ ആ ഒരു ജലഗതാഗത മാർഗങ്ങളെല്ലാം കൂടെ ചേർത്ത് എന്താക്കി, ജലപാതകളാക്കി. 5 ദേശീയ ജലപാതകളായിട്ട് ജലഗതാഗത അതോറിറ്റി എന്ത് ചെയ്തു, ഒരു അതോറിറ്റി ഉണ്ടാക്കിയതിന് ശേഷം ദേശീയ ജലപാതകളായി അംഗീകരിക്കപ്പെട്ടു അല്ലെങ്കിൽ പ്രഖ്യാപിച്ചു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ദേശീയ ജലപാത 1 NW1 ആണ്. ഗംഗാ നദിയിൽ അലഹാബാദ് മുതൽ ഹാൽദിയ വരെ എത്ര കിലോമീറ്റർ, 1620 കിലോമീറ്റർ ആണ്. ഗംഗയിലാണ് അലഹാബാദ് മുതൽ ഹാൽദിയ വരെയാണ് ഫസ്റ്റ് NW1 നാഷണൽ വാട്ടർ ഹൈവേ ആണ്. ഓക്കെ, നാഷണൽ വാട്ടർവേ ജലപാതയാണ്. വാട്ടർവേ 1 അത് ഗംഗാ നദിയിലെ അലഹാബാദ് മുതൽ ഹാൽദിയ വരെ എത്ര കിലോമീറ്റർ, 1620 കിലോമീറ്റർ ആണ്. അത്രയും ലെങ്ത് ഉണ്ട്. ഇനി രണ്ടാമത്തത് NW2 ബ്രഹ്മപുത്ര നദിയിൽ സതിയ മുതൽ ധൂബ്രി വരെ 891 കിലോമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്. 891 കിലോമീറ്റർ ബ്രഹ്മപുത്ര നദിയിൽ സതിയ മുതൽ ധൂബ്രി വരെ. ഇനി നാഷണൽ വാട്ടർവേ 3 കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാലാണ്. ഓക്കെ, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പോകുന്ന ആ ഒരു പാതയാണ് NW3 എന്ന് വിളിക്കുന്നത്. ഓക്കെ, നാഷണൽ ജലപാത 3 നാഷണൽ വാട്ടർവേ 3
കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ 205 കിലോമീറ്ററേ അതിന് ലെങ്ത് ഉള്ളൂ. അടുത്ത ദേശീയ ജലപാത 4, അത് ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ്. കാക്കിനട മുതൽ പുതുച്ചേരി വരെ 1095 കിലോമീറ്റർ ആണ്. അടുത്ത ദേശീയ ജലപാത NW5 പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ. പൂർവ്വതീര കനാലുമായി ബന്ധിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയിൽ വരുന്നതാണ് ഈ പറയുന്ന ദേശീയ ജലപാത 5. പൂർവ്വതീര കനാൽ, പൂർവ്വതീരവും പശ്ചിമതീരവും ഒക്കെ പഠിച്ച ഓർമ്മയുണ്ടല്ലോ അല്ലേ? പൂർവ്വതീരം എന്ന് പറയുമ്പോൾ നമ്മുടെ ബംഗാൾ ഉൾക്കടലുമായിട്ട് ചേർന്നുള്ള ആ ഒരു സെക്ഷനാണ്. അവിടെ എന്താണ് ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയിലാണ് ഈ പറയുന്ന ആ ഏരിയ വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു പാത വരുന്നത്. ഏതാണ്? ദേശീയ ജലപാത 5. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ ജലപാത അഹമ്മദാബാദ് മുതൽ ഹാൽദിയ വരെ ഏത് നദിയിലാണ്? ഗംഗാ നദിയിലാണ്. 1620 കിലോമീറ്റർ ഉണ്ട്. അടുത്ത NW2 എന്ന് പറയുമ്പോൾ ബ്രഹ്മപുത്ര നദിയിൽ സതിയ മുതൽ ധൂബ്രി വരെയാണ്. 3 എന്ന് പറയുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ളതാണ്. പശ്ചിമ തീര കനാലാണ്, അതായത് പശ്ചിമ തീരത്തിൽ വരുന്നതാണത്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഒരു 205 കിലോമീറ്റർ ലെങ്ത് ഉള്ളൂ. അടുത്ത NW4 എന്ന് പറയുന്നത് ഏതാണ്? ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ്. അത് 1095 കിലോമീറ്റർ ലെങ്ത് ഉണ്ട്. അടുത്തത് പൂർവ്വ തീര കനാലുമായി ബന്ധപ്പെട്ടിട്ട് ബ്രഹ്മണി മുതൽ മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ വരെ ഉള്ളത്, അത് ആ ഒരു ലെങ്ത് അതാണ് NW5 ദേശീയ ജലപാത 5. 623 കിലോമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്. അപ്പോൾ ഈ ടേബിളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. ഓക്കെ, PSCക്കാരെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിളാണ്. ഓക്കെ, അടുത്ത എന്താണ്? സഞ്ചാരത്തിനും ചരക്ക് ഗതാഗതത്തിനും മാത്രമല്ല ഉൾനാടൻ മത്സ്യബന്ധനത്തിനും വിനോദസഞ്ചാരത്തിനും ഉൾനാടൻ ജലഗതാഗതത്തെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചരക്ക് ഗതാഗതവും സഞ്ചാരവും മാത്രമല്ല മത്സ്യബന്ധനത്തിനും അതുപോലെ വിനോദത്തിനും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഉൾനാടൻ ജലഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് അത് നമ്മുടെ ടൂറിസ്റ്റ് സെക്ഷനിൽ അതൊരു എന്താണ് വലിയ സംഭവമാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതിനെ, ഈ ജലഗതാഗത മാർഗ്ഗത്തെ. അടുത്തത് ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കുമായി 12ഓളം പ്രധാന തുറമുഖങ്ങളും 185ഓളം ചെറിയ തുറമുഖങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് ഒരുപാട് തുറമുഖങ്ങളുണ്ട്. ഓക്കെ, അതിൽ 12ഓളം പ്രധാന തുറമുഖങ്ങളും അതുപോലെ ബാക്കി 185ഓളം എന്താണ് ചെറിയ തുറമുഖങ്ങളും ഉണ്ട്. അന്താരാഷ്ട്ര വാണിജ്യത്തിൽ ഇന്ത്യയിലെ തുറമുഖങ്ങൾക്ക് ശ്രദ്ധേയമായ സ്ഥാനമാണുള്ളത്. താഴെ പറയുന്നവയാണ് ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ. ഏതൊക്കെയാണ്? കണ്ട, അതുപോലെ മുംബൈ, നെവാഷോവ, മർമഗോവ, മംഗലാപുരം, കൊച്ചി, തൂത്തുക്കുടി, ചെന്നൈ, വിശാഖപട്ടണം, പാരാദ്വീപ്, ഹാൽഡിയ, കൊൽക്കത്ത. ഇതിൻ്റെ പിക്ചറിനകത്തുനിന്ന് മാർക്ക് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ഞാൻ ഒരു പിക്ചറിലൂടെ എടുത്തിട്ടുണ്ട്. ഇന്ത്യൻ പോർട്ട് അല്ലല്ലേ ആയത്. ഇതാണ് ഇന്ത്യയിലെ മെയിനായിട്ടുള്ള പോർട്ട്. മേജർ പോർട്ട്സ് ഇൻ ഇന്ത്യയാണ് കൊടുത്തേക്കുന്നത്. ഏതാണ്? കൺല എന്ന് പറയുന്നത് ഇവിടെ ഗുജറാത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പൂരിപ്പിക്കാതെ. ഇത് കൺല. പിന്നെ അടുത്തത് 2 അടുത്തടുത്ത് കിടപ്പുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് മുംബൈയും പിന്നെ ജവഹർലാൽ നെഹ്റു പോർട്ട് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഇത് 2. ഒന്ന് മുംബൈ പോർട്ട്, ഒന്ന് ജവഹർലാൽ നെഹ്റു പോർട്ട്. ജവഹർലാൽ നെഹ്റു പോർട്ട് അതിനകത്ത് കണ്ടില്ലല്ലോ. ഇവിടെ മുംബൈ പോർട്ടുണ്ട്. മുംബൈ പോർട്ട്. ഇത് ജവഹർലാൽ നെഹ്റു പോർട്ട്. അടുത്തത് ഗോവയിലൊരു പോർട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു മർമ ഗോവയാണെന്ന് തോന്നുന്നു. മർമ ഗോവ, അത് ഗോവയിലാണ്. അടുത്തത് ഇത് ബർമ ഗോവ. ഇത് ഇനി എവിടെയാണത്? ഇത് ഇപ്പോൾ കർണാടക കേരള ബോർഡറിലുള്ളൊരെണ്ണം. അതേതാണ്? ന്യൂ മംഗളൂരു എന്ന് പറയുമ്പം പേരെന്തോ എഴുതിയേക്കുന്നത് നോക്കട്ടെ. മംഗലാപുരം ആയിരിക്കും. ഓക്കെ, മംഗലാപുരം. ഇതെന്താണ്? ഇത് കൊച്ചി. അടുത്ത ഇത് തൂത്തുക്കുടിയാണോ? ചെക്ക് ചെയ്ത് നോക്കട്ടെ. വി.ഒ. ചിദംബരനാർ പോർട്ട് അഥവാ തൂത്തുക്കുടി പോർട്ട്. അത് തന്നെ, തൂത്തുക്കുടി. ഇപ്പുറത്ത് ചെന്നൈ കാമരാജർ പോർട്ട് അഥവാ എന്നൂർ. അതുണ്ടോ എന്തോ. അപ്പം ഇത് തൂത്തുക്കുടി പോർട്ട്. ഇത് ചെന്നൈ ഉണ്ടായിരുന്നോ? ഉണ്ട്. ചെന്നൈ
അടുത്തത് ഇത് ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗത്തുള്ളത് ഏതായിരുന്നു അത് നോക്കട്ടെ. വിശാഖപട്ടണം പോർട്ടാണ്. ഓക്കെ, ഇത് ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗത്തുള്ളത് വിശാഖപട്ടണം പോർട്ട്. പിന്നെ പാരാദ്വീപ് ഒഡീഷ, കൊൽക്കത്ത വെസ്റ്റ് ബംഗാൾ. ഓക്കെ, അപ്പം വിശാഖപട്ടണം, ഇത് വിശാഖപട്ടണം, ഇതേത് രണ്ടെണ്ണം ഉണ്ട് അവിടെ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹാൽദിയ കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് പാരാദ്വീപ്, അടുത്തത് ഹാൽദിയ. പാരാദ്വീപ്, ഇത് ഹാൽദിയ, ഇത് കൊൽക്കത്ത. ഓക്കെ, അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1 2, ഇവിടെ ഒരെണ്ണം കൂടെ കാണുമല്ലേ, അത് കണ്ടില്ലേ? അത് മാർക്ക് ചെയ്തിട്ടില്ലല്ലേ? ഏത് വിട്ടുപോയി നോക്കട്ടെ. കണ്ല, മുംബൈ, നവശേവ അതല്ലേ എഴുതാത്തുള്ളൂ. മർമഗോവ, മംഗലാപുരം, കൊച്ചി, കൊൽക്കത്ത, ഹാൽദിയ, പാരാദ്വീപ്, വിശാഖപട്ടണം, ചെന്നൈ, തൂത്തുക്കുടി. അപ്പോൾ ഇതായിരിക്കും നവശേവ. നോക്കട്ടെ, അതൊന്ന് തപ്പി നോക്കട്ടെ. നവശേവ. നവശേവ എന്ന് പറയുന്നത് ഇതാണ്. GNPT പോർട്ട് എന്ന് പറഞ്ഞ് എഴുതിയില്ലേ നമ്മൾ, മറ്റേ ജവഹർലാൽ നെഹ്റുവിൻ്റെ, ഇതാണ് നവശേവ. അപ്പം ഇവിടെ എന്തിനു കുത്തിട്ട് വെച്ചേക്കുന്നത്? വെറുതെ ഇട്ട് വയ്ക്കും ഇപ്പോൾ. ഓക്കെ, അപ്പം എന്താണ്, നമുക്ക് വേണമെങ്കിൽ ഇത് നോക്കി തന്നെ പഠിക്കാം, അതായിരിക്കും നല്ലത്. ആകെയുള്ള പോർട്ടുകളുടെ കാര്യമാണ് 1 2 3 4 5 6 7 8 9 10 11 12 13. ഇവിടെ ഒരു ഗലത്തിയ ബേ പോർട്ടോ, അത് അവിടെ ഒരെണ്ണം എഴുതിയിട്ടുണ്ട്, ആൻഡമാൻ നിക്കോബാർ ആ സ്ഥലത്ത്. ഓക്കെ, അപ്പോൾ ഇത് ഗുജറാത്ത് ഏതാണ്? കാൻല, ദീൻ ദയാൽ പോർട്ട് എന്നാണ് വിളിക്കുന്നത്. കാൻല അത് ഗുജറാത്ത്. പിന്നെ മുംബൈ പോർട്ട് മഹാരാഷ്ട്ര. ജവഹർലാൽ നെഹ്റു പോർട്ട്, അതാണ് നോവശേവ എന്ന് പറഞ്ഞിരിക്കുന്നത്, അത് ജവഹർലാൽ നെഹ്റു പോർട്ടാണ്, അതും മഹാരാഷ്ട്ര തന്നെ. ഗോവയിലുള്ളത് മോർമുഗാവോ, അതുപോലെ എന്താണ് അതിൻ്റെ പേര്, അതിൻ്റെ പേര് മോർമുഗാവോ എന്നല്ല, മലയാളത്തിൽ വേറെന്തോ എഴുതിയിരുന്നത്, മർമഗോവ. ഓക്കെ, മർമഗോവ, അത് ഗോവയാണ്. അടുത്തത് ന്യൂ മംഗളൂർ പോർട്ട്, മംഗലാപുരം. പിന്നെ കൊച്ചി പോർട്ട്. പിന്നെ BO ചിദംബരം നായർ പോർട്ട് എന്ന് പറയുന്നത് തൂത്തുക്കുടിയാണ്. പിന്നെ ചെന്നൈ പോർട്ടുണ്ട്. കാമരാജർ പോർട്ട് എന്ന് പറഞ്ഞാൽ എന്നൂർ എന്ന് പറഞ്ഞൊരു പോർട്ട് കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ വിശാഖപട്ടണം പോർട്ട്, കാമരാജർ പോർട്ടും അതുപോലെ തന്നെ ഈ ചെന്നൈ പോർട്ടും ഒക്കെ തമിഴ്നാടാണ്. കേരളത്തിൽ കൊച്ചി പോർട്ടുണ്ട്. പിന്നെ വിശാഖപട്ടണം പോർട്ട് ആന്ധ്രാപ്രദേശ്. പാരാദ്വീപ് അതുപോലെ ഹാൽദിയ, പാരാദ്വീപ് ഒഡീഷയാണ്. ഇപ്പോൾ ഹാൽദിയ അവർ മാർക്ക് ചെയ്തേക്കുന്നതിൽ വെസ്റ്റ് ബംഗാളിൻ്റെ ബൗണ്ടറിയിലാണ് കാണിച്ചിരിക്കുന്നത്. കൊൽക്കത്തയും വെസ്റ്റ് ബംഗാളാണ് കാണിച്ചേക്കുന്നത് ഈ പിക്ചറിനകത്ത്. ഓക്കെ, വേറെ പിക്ചർ വല്ലതും നോക്കണോ? പോർബന്ദർ, ഇതെല്ലാം മേജർ സീപോർട്ടും ഇൻ്റർമീഡിയറ്റ് സീപോർട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇങ്ങനെ നടക്കുന്നത്. മംഗളൂരു ഒരുപാടെണ്ണം കാണും ഇതിനകത്ത്. എന്നൂർ, ഹാൽദിയ, പാരാദ്വീപ്, വിശാഖപട്ടണം, കൊൽക്കത്ത കാണിച്ചിട്ടുമില്ല. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ബാക്കി നോക്കാം. അത് കുഴപ്പമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ല ഉണ്ടോ? ആർക്കും ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ബാക്കി നോക്കാം. വിഴിഞ്ഞം തുറമുഖ പദ്ധതി 2014 ടെക്സ്റ്റാണ്. എന്നിട്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഈ പദ്ധതിയെ പറ്റി എഴുതിയിട്ടുണ്ട്. ഇപ്പം അത് എന്ത് ചെയ്തു? ഉൾക്കടിച്ചായിരുന്നല്ലോ അല്ലേ? വിഴിഞ്ഞം പോർട്ട് എന്നാണ് നാടിന് സമർപ്പിച്ചത്? ഡേറ്റൊക്കെ മറന്നുപോയി. വിഴിഞ്ഞം പോർട്ട് ഡീകമ്മീഷൻഡ് ഓൺ ഡീകമ്മീഷനുള്ള കമ്മീഷൻ ഓൺ
PM മെയ് 2-ാം തീയതി ആയിരുന്നു കേട്ടോ. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കമ്മീഷൻ വിഴിഞ്ഞം പോർട്ട് ഓൺ May 2. കൺസ്ട്രക്ഷൻ ഓൾ പ്രോസസ് കംപ്ലീറ്റഡ് ഓൺ. എല്ലാ ഫേസും 2028 കംപ്ലീറ്റ് ആകത്തുള്ളൂ. എന്തോ ഇനിയിപ്പോൾ തുരങ്കപാത എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതെല്ലാം കൂടെ 2028 കംപ്ലീറ്റ് ആവാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് വിഴിഞ്ഞം പോർട്ട് നാടിന് സമർപ്പിച്ചത് 2025 May 2-നാണ്. അപ്പോൾ അതിൻ്റെ ഒരു മുമ്പത്തെ ഒരു കഥയാണ് എഴുതി വെച്ചേക്കുന്നത്. വിഴിഞ്ഞം ആഴക്കടൽ മീൻസ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറഞ്ഞ് പഴയ ടെക്സ്റ്റാണിത്, അതുകൊണ്ട് അന്ന് എഴുതിയിരിക്കുന്നതാണ്. വിഴിഞ്ഞം ആഴക്കടൽ വിവിധോദ്ദേശ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന് 2 പ്രധാന തുറമുഖങ്ങളാകും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാൻ വിഭാവനം ചെയ്തിരിക്കുന്ന ഈ പദ്ധതിയുടെ ആദ്യഘട്ടം കണ്ടെയ്നർ തുറമുഖമാണ് വികസിപ്പിക്കുന്നത്. അതാണ് ഇപ്പം കംപ്ലീറ്റ് ആയത്. ഓക്കെ, ഇനി അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന എന്നതും സ്വാഭാവിക ആഴം 24 മീറ്ററിൽ കൂടുതലാണെന്നതും നിർദ്ദിഷ്ട തുറമുഖത്തിന്റെ സവിശേഷതകളാണ്. അപ്പം ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ് അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു തുറമുഖമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്വാഭാവിക ആഴം 24 മീറ്ററിൽ കൂടുതലാണെന്നുള്ളതും ഇതിൻ്റെ എന്താണ് സവിശേഷതയാണ്. അത് പദ്ധതി കംപ്ലീറ്റ് ആവുന്ന 2028 ഈ തുറമുഖ പദ്ധതി. അന്താരാഷ്ട്ര വിഴിഞ്ഞം പോർട്ട്, ഇന്റർനാഷണൽ പോർട്ട് വിഴിഞ്ഞം, അങ്ങനെ എന്താണ് അതിൻ്റെ കംപ്ലീറ്റ് പേര്. ഓക്കെ, അതിൻ്റെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്നങ്ങാണ്ടാണ് ഇത് കംപ്ലീറ്റ് അതിൻ്റെ വരുന്നത്. അദാനി ഗ്രൂപ്പാണ് അത് ചെയ്തിരിക്കുന്നത്. 2025 May 2-നാണ് എന്ത് ചെയ്തേക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിച്ചത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് വ്യോമ ഗതാഗതമാണ്. അപ്പം 4-മത്തതല്ലേ ജലഗതാഗതം കഴിഞ്ഞ് വ്യോമഗതാഗതം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യയുടെ വ്യോമഗതാഗതം നടക്കുന്നത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് എന്ത് ചെയ്തേക്കുന്നത് ഇന്ത്യയിൽ ഈ പറയുന്ന വ്യോമഗതാഗതത്തെ നിയന്ത്രിക്കുന്നത്. ഇതിന് കീഴിൽ 11 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളടക്കം 126 വിമാനത്താവളങ്ങളാണ് ഉള്ളത്. അപ്പോൾ 11 അന്താരാഷ്ട്ര വിമാനത്താവളം തന്നെ എന്നുള്ളത് കൂടെ ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടെ. ടോട്ടൽ നമ്പർ ഓഫ് ഇന്റർനാഷണൽ എയർപോർട്ട്സ്. Number of international airports in India 34 ആണ് എഴുതിയിരിക്കുന്നത്. There are total 34 international airports in India according to the Airport Authority of India, and these airports play a crucial role in connecting India to the rest of the world, facilitating both passengers and cargo traffic. അതായത് ഇപ്പോൾ 34 എന്നാണ് കണക്ക് കാണിക്കുന്നത്. നേരത്തെ കണക്കാണെന്ന് തോന്നുന്നു 22. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, സിവിൽ ഏവിയേഴ്സ്, അതേഴ്സ് 1 2 3 4 5 6 7 8 9 10 11 12 ഇതിനകത്ത് ഇല്ലല്ലോ. 1 2 3 4 ഇന്ത്യ തന്നെ കേരളത്തിൽ തന്നെ 4 ഉണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, മധുരൈ, തമിഴ്നാടാകുമ്പോൾ മധുരൈ, തിരുച്ചിറപ്പള്ളി, കോയമ്പത്തൂർ, ചെന്നൈ, അപ്പുറത്ത് കർണാടകയിലെ ബംഗളൂരു, മംഗളൂരു, പിന്നെ ഗോവയിൽ ഗോവ, ഹൈദരാബാദിൽ ഹൈദരാബാദ്, വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്, ഭുവനേശ്വർ ഒഡീഷ, റായ്പൂർ ഛത്തീസ്ഗഡ് തന്നെ. ഛത്തീസ്ഗഡ് ഇത് ജാർഖണ്ഡ് അല്ലേ? നോക്കട്ടെ. ഇന്ത്യ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് തന്നെ. ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് അവിടെ ഛത്തീസ്ഗഡ് ജാർഖണ്ഡിൽ റാഞ്ചി, പിന്നെ ഇവിടെ ഇത് ബീഹാറിൽ ഗയ, അപ്പുറത്ത് യു പിയിൽ വാരണാസി, കാൺപൂർ, ലക്നൗ, അതുപോലെ ന്യൂഡൽഹിയിലുണ്ട്, നാഗ്പൂർ മധ്യപ്രദേശ്, ഇൻഡോർ മധ്യപ്രദേശാണ്,
മഹാരാഷ്ട്രയിൽ പൂന, മുംബൈ ഉണ്ട്. പിന്നെ ഗുജറാത്തിൽ സൂറത്ത്, വഡോദര, അഹമ്മദാബാദ് ഗുജറാത്തിലാണ്. പിന്നെ ഇൻഡോർ പറഞ്ഞു മധ്യപ്രദേശാണ്. ജയ്പൂർ രാജസ്ഥാനുണ്ട്. പിന്നെ ഇവിടെ ഗുവാഹത്തി എവിടാണ്, ആസാം. ഇംഫാൽ മണിപ്പൂർ. പിന്നെ ഒരു മിനിറ്റ്, നാഷണൽ എയർപോർട്ട് തന്നെ. അടുത്തത് ചണ്ഡീഗഡ്, അത് മറ്റേ പഞ്ചാബ്, ഹരിയാന, ഡൽഹി ആ ബോർഡറിലാണ്. അമൃതസർ പഞ്ചാബ്, ശ്രീനഗർ ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ അവിടെ ഉള്ള ഇൻ്റർനാഷണൽ എയർപോർട്ട്സ്. അപ്പോൾ ബാക്കി നോക്കാം. അപ്പോൾ 11 അന്താരാഷ്ട്ര വിമാനത്താവളം ഇപ്പോൾ കണക്കനുസരിച്ച് 34 കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 11 അത്രയാ. അത് എത്ര എണ്ണം ഉണ്ടായിരുന്നു, എണ്ണി നോക്കിയില്ലല്ലേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34. ഇവിടെ ഒരു പാത്രോ അത് കൂട്ടിയായിരുന്നു. 34 ഏകദേശം ഉണ്ട് എന്തായാലും. ഓക്കെ, 34ഓളം എന്തുണ്ടെന്നാണ് പറയുന്നത്. അന്താരാഷ്ട്ര എന്താണ് വിമാനത്താവളങ്ങൾ കറൻ്റ്ലി ഇപ്പോൾ ഉണ്ട്, ടോട്ടൽ വിമാനത്താവളങ്ങളുടെ കണക്ക്. അപ്പോൾ അത് നോക്കണ്ട. എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് എന്നീ കോർപ്പറേഷനുകളാണ് യഥാക്രമം അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്തത്. എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും ആണെന്നാണ്. ഓക്കെ, ആഭ്യന്തര വിമാന സർവീസ് കൈകാര്യം ചെയ്യുന്നത്. നിരവധി സ്വകാര്യ കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ വിമാന സർവീസുകൾ നടത്തുന്നുണ്ട്. ഓക്കെ, അടുത്തത് വാക്കുകളിലൂടെ വർണ്ണിക്കാനാവാത്തത്ര സമ്പന്നമാണ് ഇന്ത്യയുടെ വിഭവ വൈവിധ്യമെന്ന് ഇതിനോടകം നിങ്ങൾക്ക് ബോധ്യമായില്ലേ. അതായത് എന്താണ്, നമ്മൾ കാർഷിക വിഭവങ്ങൾ പഠിച്ചു, പിന്നെ ധാതു വിഭവങ്ങൾ പഠിച്ചു, പിന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള കാര്യവും നമ്മൾ പറഞ്ഞു. പിന്നെ സാമ്പത്തിക വികസനത്തിന് ഈ പറയുന്ന ചരക്ക് നീക്കത്തിന് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗതാഗത മാർഗ്ഗങ്ങൾ ബെറ്റർ ആവണമെന്നുള്ള അത് ആ ഒരു കോൺസെപ്റ്റിലാണ് പിന്നെ വന്നത്. ഈ വൈവിധ്യങ്ങളെ കൂടുതൽ ശാസ്ത്രീയമായും നീതിയുക്തമായും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ഏറെ ശോഭനമാകും എക്കാലത്തേക്ക്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ചാപ്റ്റർ എൻഡ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിച്ചത് ഒന്നുകൂടെ ഒന്ന് കറങ്ങി ഓടിച്ചൊന്ന് പറഞ്ഞിട്ട് അങ്ങ് എൻഡ് ചെയ്യാം. എന്തുവാണ്, എവിടെയാണ് തുടങ്ങിയത്? നമ്മൾ സാധുക്കളുടെ കഥയിൽ നിന്നാണ് തുടങ്ങിയെന്ന് തോന്നുന്നു. അതന്നെ, എവിടെ നിന്നാണ് തുടങ്ങിയത്? എൻ്റെ അപ്പോൾ ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളെന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അതിനെ നമ്മൾ 2 കാറ്റഗറി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ലോഹധാതുക്കളുണ്ട്, അലോഹധാതുക്കളുണ്ട്. ലോഹധാതുക്കൾ ഇരുമ്പിൻ്റെ അംശമുള്ളതെന്ന് പറയുമ്പോൾ ഇരുമ്പയിര്, മാംഗനീസും വരും. ലോകത്ത് ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്തതെന്ന് പറയുമ്പോൾ സ്വർണ്ണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ് എന്നിവ വരും. അലോഹധാതുക്കളിൽ ധാതു ഇന്ധനങ്ങൾ, മറ്റു ധാതുക്കൾ. അതിൽ ധാതു ഇന്ധനങ്ങളിൽ കൽക്കരി, പെട്രോളും വരും. മറ്റത് അഫ്രോ ആണ് വരുന്നത്. അതിൽ ഇരുമ്പുരുക്ക് നിക്ഷേപങ്ങളുടെ കാര്യമാണ് ആദ്യം പറയുന്നത്. 4 കാറ്റഗറി, 4 തരത്തിലുള്ള ഇരുമ്പ് നിക്ഷേപങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഏതൊക്കെയാണ്? മാഗ്നറ്റൈറ്റ് ഉണ്ട്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. ഓക്കെ, ഇതാണ് എന്താണ് ഇന്ത്യയിലുള്ള മെയിനായിട്ട് ഡിപ്പോസിഷൻസ് ഉള്ള ഇരുമ്പിൻ്റെ അയിരുകളാണ് എഴുതിയിരിക്കുന്നത് ഈ സാധനങ്ങൾ. ഇനി അത് കഴിഞ്ഞിട്ട് ലോകത്തെ മൊത്തം ഇരുമ്പിൻ്റെ നിക്ഷേപത്തിൽ 20% ഇന്ത്യയിലാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഇരുമ്പ് ഏകദേശം ഒരു 50 to 60% കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇന്ത്യൻ കയറ്റുമതിയിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണെന്നാണ് പറയുന്നത്. അതിൽ മെയിനായിട്ട് ഇരുമ്പിൻ്റെ നിക്ഷേപമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒഡീഷ, ജാർഖണ്ഡ്, കർണാടകം, ഗോവ, തമിഴ്നാട് എന്നിവയാണ്. അതിൽ പിന്നെ നമ്മൾ പറഞ്ഞത് അതിന് ഈ പറയുന്ന ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളിൽ ഉൾപ്പെടുന്ന സാധനങ്ങൾ ഇരുമ്പയിര് മാത്രമല്ല, കൽക്കരിയും മാംഗനീസും ചുണ്ണാമ്പുകളിലും ഡോൾമൈറ്റും ഉൾപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി അതിൽ കൽക്കരി എന്ന് പറയുന്നത് മിക്കവാറും ഈ ഇരുമ്പ് നിക്ഷേപങ്ങളുടെ അടുത്ത് തന്നെ ലഭിക്കുന്ന ഒരു ഐറ്റമാണ്. അത് നമുക്ക് എന്താണ് ഇന്ധനമായിട്ടാണ് നമ്മൾ ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഇരുമ്പുരുക്ക് വ്യവസായശാലകളിലേക്കാണ് വന്നത്. അതിൽ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ശാലയാണ്. അത് 1907 സ്ഥാപിതമായത്. ജംഷഡ്പൂർ, ജാർഖണ്ഡാണ്. അടുത്ത ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്നത് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. അത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. അത് 1918 സ്ഥാപിതമായത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി എന്നാണ് നമുക്ക് ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് ആണ്. അത് ഭദ്രാവതി, കർണാടകത്തിലാണ്. പിന്നെ നമ്മൾ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡിൻ്റെ കുറേ ബ്രാഞ്ചസ് ആണ് പഠിക്കുന്നത്. ഫിലായ് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് ആണ്. അത് റഷ്യയുടെ ഹെൽപ്പോട് കൂടി 1959 നിർമ്മിച്ചത്. പിന്നെ റൂർക്കേല എന്ന് പറയുന്നത് സുന്ദർഗഡ് ഒഡീഷയിലാണ്. 1959 ജർമ്മനിയുടെ ഹെൽപ്പോട് കൂടിയാണ് നിർമ്മിച്ചത്. പിന്നെ ദുർഗാപൂർ പശ്ചിമ ബംഗാളാണ്. അത് എവിടെയാണ്? അത് UK സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്തേക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ബൊക്കാറോ
ബൊക്കാറോ, അത് ജാർഖണ്ഡിലാണ്, റഷ്യയുടെ ഹെൽപ്പോട് കൂടി 1964 നിർമ്മിച്ചു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മാംഗനീസിൻ്റെ കാര്യം പറഞ്ഞു. ഇരുമ്പ് വ്യവസായത്തിൽ മാംഗനീസിന് എന്താണ് ഉപയോഗിക്കുന്ന ഒരു ധാതുവാണ് മാംഗനീസ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഒഡീഷയിലാണ് ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉള്ളത്. പിന്നെ കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സ്ഥലങ്ങളിലും ഈ പറയുന്ന മാംഗനീസ് നിക്ഷേപം ഉണ്ട്. ഇത് ലോഹസങ്കരം, അതായത് സങ്കര ലോഹങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടിയാണ് മാംഗനീസിന് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ കാണുന്ന ഈ പറയുന്ന ഇരുമ്പിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത ധാതുക്കളുടെ കാര്യമാണ് പറഞ്ഞത്. സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ്. അതിൽ മറ്റുള്ളവയിൽ വരുന്നതാണ് ഈ പറയുന്ന അഫ്രോ എന്ന് പറയുന്നത്. സ്വർണ്ണം എന്ന് പറയുന്നത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ഡെപ്പോസിഷൻ കൂടുതലുള്ളത് കർണാടകത്തിലാണ്, ആഹാര നിർമ്മാണത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ വെള്ളി രാജസ്ഥാനുണ്ട്, ജാർഖണ്ഡ്, കർണാടക ഉണ്ട്. ചെമ്പാണെങ്കിൽ ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ബോക്സൈറ്റ് എന്താണ് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ. പിന്നെ അഫ്രോ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ അഫ്രം അഥവാ മൈക്ക എന്ന് പറയുന്നത്. പിന്നെ ധാതു ഇന്ധനങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. അതായത് എന്താണ് ഇന്ധനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങളെന്നാണ് ഇവയെ പൊതുവെ അറിയപ്പെടുന്നത്. അതിൽ മെയിനായിട്ടുള്ളത് പെട്രോളിയം എന്നാണ് അതിനെ ടോട്ടലി അറിയപ്പെടുന്നത്. അതിനകത്തു നിന്നാണ് നമ്മൾ ഈ പറയുന്ന കൽക്കരി, പെട്രോള്, പ്രകൃതിവാതകങ്ങൾ, ഡീസൽ ഒക്കെ എടുക്കുന്നത്. എന്താണ് നമ്മളെ ശുദ്ധീകരിച്ചെടുക്കുന്നത്. കൽക്കരി എന്ന് പറയുന്നത് ഒരു താപ സ്രോതസ്സാണെന്ന് പറയുന്നുണ്ട്. വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി ഉപയോഗിക്കുന്നത്. ബിറ്റുമിനസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് നമ്മൾ ഇന്ത്യയിൽ കൂടുതലായിട്ടുള്ളത്. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലാണ് പ്രധാന ഉൽപ്പാദന സംസ്ഥാനങ്ങൾ. ഏറ്റവും വലിയ കൽക്കരി പാടം എന്ന് പറയുന്നത് ജാർഖണ്ഡാണ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന വിഭാഗത്തിൽപ്പെടുന്നുള്ള ഒരു തരം കൽക്കരി, അതായത് ക്ഷമത കുറഞ്ഞൊരു ടൈപ്പ് കൽക്കരി കാണുന്നുണ്ട്. പിന്നെ പെട്രോളിയം, പ്രകൃതിവാതകമാണ് പറഞ്ഞത്. നമ്മൾ മിക്കവാറും റോഡ്, റെയിൽ ഗതാഗത, വ്യോമമാർഗങ്ങൾ ആ മേഖലകളിലെല്ലാം യൂസ് ചെയ്യുന്നത് പെട്രോളിയം ആണ് ഊർജ്ജ സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അതിനെ നമ്മൾ ശുദ്ധീകരിച്ച് കിട്ടുന്ന സാധനങ്ങളാണ് പെട്രോള്, ഡീസൽ, രാസവളം, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസലീൻ എന്നിവയൊക്കെ. അതിൽ ഡിഗ്ബോയ് എന്ന് പറയുന്നതാണ് അസമിൽ ഉള്ളതാണ്. അത് ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോളിയം ഖനനം ചെയ്തത് ആ പ്രദേശത്തു നിന്നാണ്. പിന്നെ അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങൾ ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങളാണ്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് പറയുന്നത്. പെട്രോളിയം ഖനനത്തോടൊപ്പം പ്രകൃതിവാതകവും ലഭിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ പ്രകൃതിവാതകത്തിൻ്റെ മാത്രം ഡെപ്പോസിഷൻ ഉള്ള പ്രദേശങ്ങൾ, അതിന് എക്സാമ്പിളാണ് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ആണവ ധാതുക്കളുടെ കാര്യമാണ് പറഞ്ഞത്. യുറേനിയം, തോറിയമാണ് ഉള്ളത്. യുറേനിയം കൂടുതൽ ലഭിക്കുന്ന ഈ പറയുന്ന എവിടെയാണ്? സമ്പുഷ്ട യുറേനിയത്തിൻ്റെ ഡെപ്പോസിഷൻ ഉള്ളത് ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ പ്രദേശങ്ങളിലാണ്. കേരളത്തിലും തമിഴ്നാട്ടിലെ ഉള്ള തീരപ്രദേശങ്ങളിലെ മണ്ണിൽ എന്തുണ്ട്? മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കൾ കാണപ്പെടുന്നുണ്ട്. പിന്നെ ആണവോർജ്ജ നിലയങ്ങൾ, ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയങ്ങളാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? താരാപൂർ മഹാരാഷ്ട്ര, റാവത്ത് ഫട്ട രാജസ്ഥാൻ, കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട്, കൈഗ കർണാടകം, കാക്രാപാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. ഓക്കെ. പിന്നെ ഉള്ളത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. ഇത് ഈ പറഞ്ഞ ഫോസിൽ ഇന്ധനങ്ങളൊക്കെ എന്താണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, വേലിയോർജ്ജം, ജൈവവാതകം, അതെല്ലാം അതിൽ വരുന്നതാണ്. അതാണ് കൂടുതൽ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന്. ഓക്കെ. ഇനി പിന്നെ നമ്മൾ ഗതാഗത മാർഗ്ഗങ്ങളിലേക്കാണ് എന്ത് ചെയ്തത്? വന്നത്. ഓക്കെ. ആദ്യത്തെ ഗതാഗത മാർഗ്ഗങ്ങളിൽ വരുമ്പോൾ റോഡ് ഗതാഗതം, ജലഗതാഗതം, പിന്നെ എന്താണ് പിന്നെന്താ വരുന്നത്? വ്യോമഗതാഗതം, അങ്ങനെയൊക്കെ ഉള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ആദ്യത്തത് റോഡ് ഗതാഗതം. റോഡ് ഗതാഗതത്തിൻ്റെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റോഡ് നെറ്റ്വർക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് US ആണ് ഉള്ളത്. അപ്പം ആ ഒരു റോഡുകളുടെ നിർമ്മാണത്തിൻ്റെ ബേസിസിൽ അതിനെ നമ്മൾ 4 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ദേശീയപാതകൾ, പിന്നെ സംസ്ഥാന പാതകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ. അതിൽ ദേശീയപാതയുടെ ഫുള്ള് ഉത്തരവാദിത്തം ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. സംസ്ഥാന ഹൈവേ ആണെങ്കിൽ സംസ്ഥാന സർക്കാരാണ്. ജില്ലാ റോഡ് എന്ന് പറഞ്ഞാൽ ജില്ലാ ആസ്ഥാനത്തെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ്. അതിൻ്റെ ചുമതല ജില്ലാ പഞ്ചായത്തിനാണ്. ഗ്രാമീണ റോഡുകൾ എന്ന് പറയുമ്പം മിക്കവാറും ഇന്ത്യയിലുള്ള റോഡ് ശൃംഖലയുടെ 80% ഈ പറയുന്ന ഗ്രാമീണ റോഡുകൾക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഗ്രാമീണ റോഡുകളാണ് ഉള്ളത്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരു സുവർണ്ണ ചതുഷ്കോണ സൂപ്പർ ഹൈവേയുടെ കാര്യം പറഞ്ഞു. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ മെട്രോപൊളിറ്റൻ സിറ്റീസിനെ എന്ത് ചെയ്യുന്നു?
ഇന്ത്യയിലെ മഹാനഗരങ്ങളെ അല്ലെങ്കിൽ മെഗാ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വഴി പാത, ആ ഒരു കണക്റ്റിങ്ങിനെയാണ് നമ്മൾ സുവർണ്ണ ചതുഷ്കോണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ ഇന്ത്യയിൽ ഭൂപ്രകൃതി ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെയായാലും റോഡ് വെക്കാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഐറ്റം റെയിൽ ഗതാഗതമായിരുന്നു. റെയിൽ ഗതാഗതം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭമാണ് ഈ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യയുടേതാണെന്ന് പറയുന്നുണ്ട്. 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിക്കുന്ന ആദ്യത്തെ പാത മഹാരാഷ്ട്ര മുംബൈ തൊട്ട് താനെ വരെ നീളുന്ന ഒരു 34 കിലോമീറ്റർ ലെങ്ത് ഉള്ള ഒരു റെയിൽ പാതയായിരുന്നു. പിന്നെ ഇവിടെ ഇതിന്റെ ഭരണം നടത്തുന്നത് 16 മേഖലകളിലായിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, റെയിൽവേയുടെ ഭരണം നടത്തുന്നത്. പിന്നെ റെയിൽവേ പാളങ്ങളുടെ അകലം വെച്ചിട്ടാണ് അതിനെ റെയിൽ ഗേജുകളായിട്ട് തിരിക്കുന്നത്. ബ്രോഡ് ഗേജ് എന്ന് പറയുമ്പോൾ ഒരു 3.676 മീറ്റർ അകലം വരും 2 പാളങ്ങൾ തമ്മിൽ. ഓക്കെ, മീറ്റർ ഗേജ് എന്ന് പറയുമ്പോൾ 1 മീറ്റർ അകലേ വരത്തുള്ളൂ. നാരോ ഗേജ് എന്ന് പറഞ്ഞാൽ 1 മീറ്ററും കാട്ടി കുറവായിരിക്കും, ഒരു 0.762 മീറ്ററൊക്കെ എന്ത് വരത്തുള്ളൂ. ഇന്ത്യയുടെ ടോട്ടൽ ഈ പറയുന്ന പാതകളില്ലേ, അതായത് റോഡ് ശൃംഖല എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് റെയിൽ ശൃംഖല എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 74% വരുന്നതും ബ്രോഡ് ഗേജ് ആയിരിക്കും. ഓക്കെ, പിന്നെ 21% മീറ്റർ ഗേജും ബാക്കി നാരോ ഗേജുമാണ്. ഈ പറയുന്ന മീറ്റർ ഗേജിനെ നാരോ ഗേജിനെയും ബ്രോഡ് ഗേജ് ആക്കുന്ന പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആവി എഞ്ചിനിൽ തുടങ്ങി ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് എഞ്ചിനിലാണ് നിൽക്കുന്നത് റെയിൽവേയുടെ കാര്യത്തിൽ. പിന്നെ ഒരു കൊങ്കൺ റെയിൽവേയുടെ കാര്യം പറയുന്നുണ്ട്. 1998 പണി പൂർത്തിയാക്കുന്നത്. 760 കിലോമീറ്റർ ലെങ്ത്തുള്ള ഈ പാത മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയാണ് നീളുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 146 നദികൾ പിന്നിട്ടാണ് ഈ പാത പോകുന്നത്. 2000-ഓളം പാലങ്ങളുണ്ട്, അതുപോലെ 91 തുരങ്കങ്ങളും ഇത് കടന്നു പോകുന്നുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ തുരങ്കം എന്ത് ചെയ്യുന്നത് ഈ പാതയിൽ കൊങ്കൺ റെയിൽവേയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6.5 കിലോമീറ്ററാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. മഹാരാഷ്ട്ര, ഗോവ, കർണാടക സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. അടുത്തത് ജലഗതാഗതമാണ് പറഞ്ഞത്. ജലഗതാഗതത്തിൽ 2 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ചരക്ക് സേവനത്തിനും അതുപോലെ തന്നെ മലിനീകരണം കുറവുമായിട്ടുള്ള ഒരു ഗതാഗത മാർഗ്ഗമാണ് ജലഗതാഗതം എന്ന് പറയുന്നത്. 2 രീതിക്കുള്ള ജലഗതാഗത മാർഗം പറയുന്നുണ്ട്. ഒന്ന് ഉൾനാടൻ ജലഗതാഗതം, അടുത്തത് സമുദ്ര ജലഗതാഗതം. ഉൾനാടൻ ജലഗതാഗതം എന്ന് പറയുമ്പം നമ്മുടെ നദികൾ, അതുപോലെ തന്നെ കനാലുകൾ, കായലുകൾ, അതിലെല്ലാം വരുന്നതാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിലെ 5 ജലപാതകളെ ദേശീയ പാതകളായിട്ട് പ്രഖ്യാപിച്ചു. അതിൽ ഒന്നാമത്തത് NW1 ദേശീയ ജലപാത 1. അതെന്താണ്, ഗംഗാ നദിയിൽ അലഹാബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള 1620 കിലോമീറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ദേശീയ ജലപാത 1 എന്ന് വിളിക്കുന്നത്. പിന്നെ ദേശീയ ജലപാത 2 എന്ന് പറയുന്ന ബ്രഹ്മപുത്ര നദിയിൽ സതിയ മുതൽ ധൂബ്രി വരെയാണ് 891 കിലോമീറ്ററാണ് ലെങ്ത്. അടുത്തത് ദേശീയ ജലപാത 3 കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഉള്ളതാണ്, 205 കിലോമീറ്ററാണ്. ഇത് പശ്ചിമ തീരത്താണ്. ഓക്കെ, അടുത്തത് NW4 ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ്. അത് 1095 കിലോമീറ്ററാണ് ലെങ്ത്. അടുത്ത ദേശീയ ജലപാത 5 എന്ന് പറയുന്നത് പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദി വ്യവസ്ഥയിലാണ് വരുന്നത്. 623 കിലോമീറ്ററാണ് ലെങ്ത്. പിന്നെ ഈ ജലഗതാഗതം കൂടാതെ എന്തുകൊണ്ട് മത്സ്യബന്ധനത്തിനും വിനോദസഞ്ചാരത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ മാർഗം, അതായത് ഈ പറയുന്ന മാർഗം യൂസ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് വന്നത്, മെയിനായിട്ടുള്ള ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കുമായി 12ഓളം തുറമുഖങ്ങളും അതുപോലെ തുറമുഖങ്ങളുടെ കാര്യമാണ് പിന്നീട് നമ്മൾ പറഞ്ഞത്. മെയിനായിട്ടുള്ള കുറച്ച് തുറമുഖങ്ങളുടെ കാര്യം പറഞ്ഞു. അത് നമ്മൾ മാർക്ക് ചെയ്തു. കണ്ട്ല, അതുപോലെ മുംബൈ, അത് കഴിഞ്ഞ് നെവാഷേവ, അതുപോലെ എന്താണ് മർമഗോവ, മംഗലാപുരം, കൊച്ചി, തൂത്തുക്കുടി, ചെന്നൈ, വിശാഖപട്ടണം, പാരാദ്വീപ്, ഹാൽദിയ, കൊൽക്കത്ത എന്നിങ്ങനെയുള്ള തുറമുഖങ്ങൾ നമ്മൾ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ വ്യോമ ഗതാഗതത്തിലോട്ട് വന്നു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നിയന്ത്രണത്തിലാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇന്ത്യയിലെ വ്യോമ ഗതാഗതം മുമ്പോട്ട് പോകുന്നത്. 34 എയർപോർട്ട്സ് ഉണ്ട് ടോട്ടലി, അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുവാണ്, അത് വെച്ചങ്ങ് എൻഡ് ചെയ്യുവാണ്. അപ്പോൾ അതുവരെയൊക്കെ ഉള്ളൂ ഗായ്സ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ ലേണിംഗ് വിത്ത് മീ.